എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. സോ നിങ്ങളുടെ ഹോം ബിൽഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ പ്രോസസ്സിൽ നിൽക്കുന്നവരാണെങ്കിലും ഇന്നത്തെ നമ്മുടെ സെഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വീട് പണിയുന്ന 80% ആളുകൾ മിസ് ചെയ്യുന്ന 7 കാര്യങ്ങളാണ്. നമുക്ക് ഈ സെഷൻ എടുക്കുന്നത് മിഥുൻ സാർ ആയിരിക്കും. സോ കോളോയില് ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ ഇൻഫർമേഷൻ എത്തിക്കുക എന്നതാണ്. അപ്പോ വീട് ശരിയായ ഇൻഫർമേഷൻസ് കൊണ്ട് നിങ്ങളുടെ വീട് പണികൾ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ഒഴിവാക്കാം, പൈസ സേവ് ചെയ്യാനും ഒക്കെ ഈ സെഷൻസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ നമ്മുടെ സെഷന്റെ സ്പീക്കറായ മിഥുൻ സാറിനെ ഞാൻ നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിഥുൻ സാർ യുഗ ആർക്കിടെക്ചർ ഡയറക്ടറാണ്. സാറിന് ഏകദേശം 11 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡില്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ് സാറ്. സോ വെൽക്കം സാർ, വെൽക്കം ഓഡിയൻസ്. സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Over to you, sir. You can start the session. ഹായ് എവരിവൺ, എൻ്റെ പേര് മിഥുൻ എന്നാണ്. എൻ്റെ ഫേമിന്റെ പേര് യുഗ ഡിസൈൻസ്. ഞാൻ മലപ്പുറം മഞ്ചേരി ബേസ്ഡാണ് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ്. ഞങ്ങൾക്ക് പിന്നെ ബാംഗ്ലൂർ, കോയമ്പത്തൂർ വരെ ഞങ്ങൾ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ട്രാവലിലാണ്, അതുകൊണ്ട് എൻ്റെ സറൗണ്ടിങ്സ് കാറിൻ്റെ ഉള്ളിലായിരിക്കും, അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എനിക്ക് തന്നിരിക്കും ടോപ്പിക്, ഞാൻ ആക്ച്വലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളതും റെസിഡൻസിലാണ്, ദെൻ ഹോസ്പിറ്റാലിറ്റീസിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിങ്ങളുമായിട്ട് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ തന്നിട്ടുള്ള ടോപ്പിക്സ് ആക്ച്വലി ഒരു വീട് പ്ലാൻ ചെയ്യുന്ന 80% ആളുകളും മിസ് ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ മുന്നേ തന്നെ പ്രോപ്പറായി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങളെ കംപ്ലീറ്റ്ലി ആ വീടിന്റെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 7 ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. അത് ഒരു പോയിന്റ് വൈസ് പറയുന്നതിനോടേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാം, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാം. അത് മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം, എൻ്റെ പ്രസന്റേഷന് ശേഷം നിങ്ങളുടേതായുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ രീതിയിൽ ഞാൻ അതിനുള്ള മറുപടികൾ തരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി നിങ്ങളൊരു വീട്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്റെ ഭാഗത്ത് പറയുന്നത് പ്രോപ്പർ പ്ലാൻഡ് ആവണം വീട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യലി ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറ്റിയടിക്കാനുള്ള ഡേറ്റ് കാണുക എന്നുള്ളതാണ്. എന്നിട്ടാണ് പ്ലാനിങ് പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വീട് എന്താണ്, നിങ്ങൾക്ക് ആവശ്യമായുള്ള വീട് എന്താണ്, ആ വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇടയിൽ സംസാരിച്ച്, നിങ്ങളുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് അതിലൊരു കൃത്യമായ ക്ലാരിറ്റി വന്ന് ദെൻ അത് പ്രോപ്പറായി ഒരു പ്ലാനിലേക്ക് മാറ്റി, അത് ആ സൈറ്റ് എന്താണ്, ആ സൈറ്റിന്റെ കണ്ടീഷൻസ് എന്താണ്, ഇതെല്ലാം ക്ലിയർ ആയി പഠിച്ച് അതിലേക്ക് ഒരു പ്ലാനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യമായി ചെയ്യേണ്ട കാര്യം. ബിക്കോസ് ഇവിടെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും കോമൺ ആയിട്ടും കാണുന്ന വലിയൊരു മിസ്റ്റേക്ക്, പ്രോപ്പർ പ്ലാൻഡ് അല്ലാത്തൊരു വീട് സെറ്റ് ഔട്ട് ചെയ്യുന്നു, ഫൗണ്ടേഷൻ ചെയ്യുന്നു, ദെൻ വാൾ വന്നതിന് ശേഷം വാള് വന്നതിന് ശേഷമാണ് നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നില്ല, പിന്നീട് ആഡ് ഓൺ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അതിൽ റിവർക്ക് ചെയ്യേണ്ടി വരും, സ്പേസസ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പിന്നീടാണ് പലരും ശ്രദ്ധിക്കാറ്. അതിലുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കംപ്ലീറ്റ്ലി സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കോസ്റ്റിനെ എഫക്ട് ചെയ്യും, ആ വീടിനെ കംപ്ലീറ്റ്ലി ഔട്ട്ലുക്കിനെ എഫക്ട് ചെയ്യും. ഒരുപാട് കാര്യങ്ങളിൽ പിന്നീടുള്ള റീവർക്സ് ആ കംപ്ലീറ്റ് ഈവൻ ഡിസൈൻ കോൺസെപ്റ്റിനെ അടക്കം എഫക്ട് ചെയ്യും. അതെല്ലാ രീതിയിലും പിന്നീട് എഫക്ട് ചെയ്യുന്ന ഒരു പാർട്ടായി മാറും. അപ്പോൾ ഒരു പ്രോപ്പർ ഫ്ലോർ പ്ലാൻ ഓർ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായത് അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ അതിനെക്കുറിച്ച് ധാരണ വന്ന്, ആ ധാരണയിൽ പറ്റുമെങ്കിൽ ഒരു ആർക്കിടെക്ട് ഓർ അതിന് ആരാണോ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആ ആളിലേക്ക് മൂവ് ചെയ്ത് ആള് ത്രൂ വർക്ക് ചെയ്യണേ. മീൻസ് ആദ്യമായിട്ടൊരു ക്ലയന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു വീട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ സ്പേസ് പ്ലാനിങ്, ഫർണിച്ചറിന്റെ പൊസിഷനിങ്, ഡോസ് പൊസിഷനിങ്, ദെൻ പല കാര്യങ്ങളും, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഒരു പ്ലാനിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രോപ്പറായി അത് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരാൾ ത്രൂ ഒരു ബേസിക് ഫ്ലോർ പ്ലാനെങ്കിലും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീട് പണിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്
എൻ്റെ ഒരു പോയിന്റ്. കാരണം അതിന് ശേഷമുള്ള ചേഞ്ചസ് എപ്പോഴും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുള്ളൂ. അത് ഒരുപാട് കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ മാർക്കറ്റ് എന്താണ്, ആ മാർക്കറ്റിൽ വരുന്ന ഓരോ പ്രൊഡക്ട്സ് എന്താണെന്നുള്ളതും ആ പ്രൊഡക്ട്സിന്റെ കോസ്റ്റ് എന്താണെന്നുള്ളതും കൃത്യമായി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം വീട് പണിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് നമ്മളൊരു എക്സ്പീരിയൻസിൽ പ്രൊഡക്റ്റിൽ വരുന്ന ഡിഫറൻസ്, കോസ്റ്റിൽ വരുന്ന ഡിഫറൻസസ് വളരെ വലുതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എല്ലാവരും വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ 3000 5000 സ്ക്വയർ ഫീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് 1000 എത്രയാണോ നമ്മൾ അത് ആവശ്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യും. വലിയ വീടാവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് ഒരു 30-40% ആകുമ്പോൾ തന്നെ വീടിന്റെ വർക്ക് ഹോൾഡ് ആവും. ക്യാഷിന്റെ ഇഷ്യൂസ് വരും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ബഡ്ജറ്റിനെ കുറിച്ച് കൃത്യമായുള്ള ഒരു ധാരണ ഇല്ലാത്തത് കാരണം ഉണ്ടാവുന്ന കുറെ കാരണം വീട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഒരു 4 years മുന്നേ വീട് വർക്ക് ചെയ്തിരുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ മാർക്കറ്റെങ്കിലും ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും, കോസ്റ്റിലാണെന്നുണ്ടെങ്കിലും മെറ്റീരിയലിലാണെങ്കിലും ഓപ്ഷനിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മളെ കേരളത്തിന്റെ മാർക്കറ്റ്. കേരളത്തിന്റെ അല്ല, പൊതുവെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആ ഫീൽഡിൽ വരുന്ന എല്ലാ എലമെന്റ്സ്. അപ്പൊ ആ കോസ്റ്റിൽ വന്ന ഡിഫറൻസസ്, എന്തുകൊണ്ട് കോസ്റ്റ് കൂടുന്നു, അതെങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ ബഡ്ജറ്റ് എന്താണ്, നമ്മളെ ബഡ്ജറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയുള്ള പ്രൊഡക്ട്സ് ഏതാണ്, ബ്രാൻഡ്സ് ഏതാന്നുള്ളതിനെ കുറിച്ച് കൃത്യമായുള്ള അവയർനെസ് ഉണ്ടാവുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞങ്ങളെപ്പോഴും ഞങ്ങളെ ക്ലയൻസിനോട് പറയാറുണ്ട്, വൺസ് വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രെച്ചിൽ ഏറ്റവും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് തേർഡ് പോയിന്റും. നമ്മൾ ഒരുപാട് ഡിലേ എടുത്ത് ലാഗ് ചെയ്യുന്ന ഒരു വർക്ക് എപ്പോഴും നമുക്ക് ഒരുപാട് ലോസ് ആയിരിക്കും തരുന്നത്. കാരണം ഒരു വീട് നോർമലി നമ്മളൊരു വീട് വർക്ക് ചെയ്യാൻ ഞങ്ങൾ പറയുന്നത് 1 to 1.5 yearsനുള്ളിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിലുള്ള വീട്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു റേഞ്ച് അവിടെയാണ്. അവിടുന്ന് അതിനോട് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വീട് 2500 to 3000 സ്ക്വയർ ഫീറ്റിലെ വീട് വരുമ്പോൾ ഒരു 1.5 years നമുക്ക് ആക്ച്വലി അത് ഈസിലി ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു 1.5 years ആണ് അതിന് ഏറ്റവും നല്ലൊരു ടൈം പീരീഡ്. ആ പീരീഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതല്ലാത്ത വരുന്ന കേസിൽ അത് ബഡ്ജറ്റിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പൊ നമ്മളെ കേസിൽ തന്നെ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടാവും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. 3 to 4 years വരെ പ്ലാൻ, ചിലപ്പോൾ 5 years 7 years വരെ പോകുന്ന വീടുകളുണ്ട് പല കാരണങ്ങൾ കാരണം. അത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് വീടിന്റെ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ആ ബഡ്ജറ്റിന് ഒരുപാട് ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ വന്ന ചേഞ്ചസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ആക്ച്വലി ഓൾമോസ്റ്റ് 100% ഡിഫറൻസസ് വരെ. ഇപ്പൊ ഒരു 4 വർഷം മുന്നേ പ്ലാൻ ചെയ്തൊരു വീടാണെങ്കിൽ ആ വീട് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത് അതിന്റെ ഒരു 50% അടുത്തുള്ള ഒരു എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ ഇന്ന് കാണണം. കാരണം മാർക്കറ്റ് അത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ മുന്നത്തെ മാർക്കറ്റിൽ നിന്ന്. അപ്പൊ അത് കൺസിഡർ ചെയ്യാതെ, പ്രോപ്പർ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാതെ, പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ഇല്ലാതെ വീട് പണിയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി പഠിച്ച് അതിന് കൃത്യമായി പ്ലാൻ ചെയ്ത് അതിന്റെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഇനീഷ്യലി പ്ലാൻ ചെയ്ത് ആ ബഡ്ജറ്റിൽ അതെങ്ങനെ ഫിനിഷ് ചെയ്യണമെന്നുണ്ട് അതിന്റെ ടൈം പീരീഡും കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈസി ആയിരിക്കും വീടിന്റെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും. കാരണം എപ്പോഴും എല്ലാവരുടെ കേസിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വീട് എന്ന് പറയുന്നത് ഓൾവേസ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം അവരുടെ ലൈഫിൽ എത്രയാണോ നമ്മൾ ക്യാഷ് അഥവാ നമ്മൾ സമ്പാദിക്കുന്നത് അതിന്റെ വലിയൊരു ഭാഗം നമ്മളെ കേരളത്തിൽ എല്ലാവരും വീട്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീ പ്ലാൻഡ് ആവുക, പ്രോപ്പർലി പ്ലാൻഡ് ആവുക, കൃത്യമായി അതിനെക്കുറിച്ച് അവയർഡ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഓരോ ഇതുള്ളത്. പിന്നെ മൂന്നാമത് പോയിന്റ് ലാഗ് അടിക്കുന്നു കേട്ടോ, പെട്ടെന്ന് പറഞ്ഞാലേ ഒരു കാര്യം. ആക്ച്വലി 3 points ഇപ്പൊ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 1 ബഡ്ജറ്റ്, 2 പ്രീ പ്ലാനിങ്, 3 ടൈം പീരീഡ്. 4ാമത്തെ പോയിന്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടായാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. വീട് പണിയിലേക്ക് പോകുമ്പോൾ കൃത്യമായി എക്സ്പീരിയൻസ്ഡ് ആയി മുന്നേ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആൾ കൂടെ ഉള്ളത് നമ്മളെ വർക്കിനെ ഒരുപാട് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കുറെ പുതിയ കാര്യങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ആ അവയർനെസ് നമ്മളെ വീടിനെ ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു കൃത്യമായ എക്സ്പീരിയൻസ്ഡ് ആയ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ മൂന്നാമത്തെ ഏറ്റവും അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബജറ്റ്, പിന്നെ ഈ ഇന്റീരിയർ എന്നുള്ളൊരു പാർട്ടാണ്. ഇന്റീരിയർ എന്നുള്ള പാർട്ടിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോ ഇനീഷ്യലി എല്ലാവർക്കും ധാരണ ഉണ്ടോ അറിയില്ല. അതിന്റെ ഒരു പ്രശ്നവും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പ്രൊജക്ട്സിൽ ഞങ്ങൾക്ക് എഫക്ട് ചെയ്യാറുണ്ട്. കാരണം ഒരു പ്രോപ്പർ വേയിൽ ഇന്നിപ്പോ ഞാൻ അതിനെ സജസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നമ്മളെ പുതിയ വീടിന്റെ വർക്ക്സിനെ. കാരണം ഇൻക്ലൂഡിങ് ഞാനടക്കം ചെയ്യുന്ന പ്രൊജക്ട്സുകൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പോസ്റ്റ് ചെയ്യുന്നതും അത് കാണുന്നതും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മളെ പുതിയ ഒരു ഇപ്പോഴത്തെ എല്ലാ വീടുകളുടെ വർക്ക്സിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻഫ്ലുവൻസ് കാരണം എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ വീടുകളിൽ ഇന്റീരിയറിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്റീരിയർ ഔട്ട്പുട്ട്സും അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്സുമാണ് കാണുന്നത്. അതിലേക്കായിരിക്കും നമ്മൾ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീട്ടില് ആ ഇന്റീരിയറിന്റെ കോസ്റ്റ് എന്താന്ന് ഇനീഷ്യലിനെ പ്ലാൻ ചെയ്യണം നല്ലതായിരിക്കും. കാരണം വീടിന്റെ സ്ട്രക്ചറിന് ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട് ശീലിക്കുന്ന വീടുകൾക്ക് ഇന്റീരിയർ സ്ട്രക്ചറിന് എന്ത് കോസ്റ്റ് വരുന്നുണ്ടോ അതിനോട് ചേർന്ന് അതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റീരിയർ വർക്ക്സിന് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കൈൻഡ് ഓഫ് ഇന്റീരിയർ വർക്ക്സിന് നമ്മൾ ഫങ്ഷണൽ ആയുള്ള ഇന്റീരിയർ എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ കണ്ടു ശീലിച്ചുള്ള സോഷ്യൽ മീഡിയ വീടുകളിൽ കണ്ടു ശീലിച്ചുള്ള ഇന്റീരിയർ വർക്ക്സിന് സ്ട്രക്ചറിനേക്കാൾ കോസ്റ്റ് വരുന്ന ഒരു ഇന്റീരിയർ പാർട്ടാണ്. അത് കൃത്യമായി അവെയർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. ദെൻ നമ്മൾ പോകുന്ന മെറ്റീരിയൽസ് ആണ്. നമ്മൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, അതിന്റെ പേർപ്പസ് എന്താണ്, ആ പേർപ്പസിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുന്നത്. കാരണം ഓരോ മെറ്റീരിയൽസിലും അതിൻ്റെതായുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ഇപ്പൊ പല മെറ്റീരിയൽസും നമ്മളെ യൂസ് ചെയ്ത് 1 or 2 years കംപ്ലൈൻസ് വരുന്നതും അതിനെ റീവർക്ക് ചെയ്യേണ്ടി വരുന്നതും നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു പാർട്ടാണ്. നമ്മൾ പല പ്രോജക്ട്സുകളും നമ്മളും അത് പിന്നീട് അറിയാറുള്ളത്. ആ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാതെ നമ്മൾ പല മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നതിന്റെ ഇഷ്യൂസ് നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു മെറ്റീരിയൽ എന്തിനു യൂസ് ചെയ്യും, നമ്മളെ നാട്ടിലെ ക്ലൈമറ്റിനെ കുറിച്ച് കൃത്യമായി അവെയർഡ് ആവണം. പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ഒരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് എന്നുള്ളത്. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള നാടാണ് നമ്മൾക്ക്. കാരണം സമ്മറിൽ മേ ബി 40 above ചൂടും ഒരു 2-2.5 മാസത്തോളമുള്ള വിന്ററും ദെൻ 8 മാസത്തോളം ഇപ്പോ മഴയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പല മെറ്റീരിയൽസും ഇപ്പൊ നാട്ടിൽ കാണുന്ന ട്രെൻഡിങ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല മെറ്റീരിയൽസിലും നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റുമായിട്ട് അത്ര അഡാപ്റ്റീവ് അല്ല. കാരണം കേരളത്തിലെ ക്ലൈമറ്റിന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങുന്ന മെറ്റീരിയൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് നമ്മളെ വാട്ടർ പ്രൂഫിങ്, പെസ്റ്റ് കൺട്രോള്, ദെൻ ഇപ്പോ വരുന്ന കുറെ മെറ്റീരിയൽസ് ക്രാക്സ് വരാൻ ചാൻസസ് ഉണ്ട്, അതിനെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നീട് 1 or 2 yearsലായിരിക്കും അതിന്റെ നെയ്മറിറ്റ്സ് എല്ലാം വരുന്നത്. അതുകൊണ്ട് മെറ്റീരിയൽസിൽ കൃത്യമായി ഫോക്കസ്ഡ് ആവുക, മെറ്റീരിയൽസ് എന്താണ് കൃത്യമായി സ്റ്റഡി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നല്ലൊരു തീരുമാനമായിരിക്കും. ദെൻ നമ്മളെ ഇവിടത്തെ ക്ലൈമറ്റിനെ കുറിച്ചും കൃത്യമായി ഒരു ധാരണ ഉള്ള രീതിയിൽ വീടിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ കണ്ടംപററി എന്ന് പറയുന്ന സ്റ്റൈല് ഞങ്ങളും കണ്ടംപററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ കണ്ടംപററി പ്ലാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ വീട് പ്ലാൻ ചെയ്യുമ്പോഴും എത്രത്തോളം ആ വീടിനെ നമ്മളെ ക്ലൈമറ്റിലേക്ക് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാം. കാരണം നമ്മൾ ഈ ക്ലൈമറ്റിൽ പറഞ്ഞ ചൂടിന്റെയും തണുപ്പിന്റെയും മഴയുടെയും വേരിയേഷൻ കണ്ടിന്യൂസ്ലി വരുന്നതുകൊണ്ട് കംപ്രഷനും കോൺട്രാക്ഷനും അതിന്റെ ബാക്കിയുള്ള ഇഷ്യൂസും എപ്പോഴും നമ്മളെ വീടിന്റെ എല്ലാ മെറ്റീരിയൽസിനും എഫക്ട് ചെയ്യുന്നതാണ്. അതുമല്ല വെള്ളത്തിന്റെ ഇഷ്യൂസ്, ക്രാക്സ്, ഇപ്പോ എല്ലാ വീടുകളിലും ഒരു വിത്തിൻ 5 years സ്ലാബ്സിൽ ക്രാക്സ് കാണുന്നുണ്ട്. അങ്ങനത്തെ ക്രാക്സ് ദെൻ വാൾസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അഡീഷണൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വീട് ചെയ്ത് 1-2 വർഷത്തിന്റെ ഉള്ളിൽ അഡീഷണൽ ഒരു കൊട പോലെ വീടിന് മുകളിൽ റൂഫിംഗ് ചെയ്യാൻ വേണ്ടി വരുന്ന അഡീഷണൽ കോസ്റ്റ്, കാരണം ഷീറ്റ് റൂഫിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരാറുണ്ട്. ഇങ്ങനത്തെ അഡീഷണൽ കോസ്റ്റുകൾ ഇല്ലാതിരിക്കാനും പിന്നെ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കേരളം ആയതുകൊണ്ട് കേരളത്തിൽ അത് ഒരുപാട് നല്ലതായിരിക്കും. ദെൻ ഈ പറഞ്ഞ ചൂട് എന്നുള്ളൊരു കാര്യമാണ്. ഹലോ സാർ, അമിതൻ സാർ ഒന്ന് മ്യൂട്ടായി പോയിരുന്നു, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. യെസ് കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങളെ ഭാഗത്ത് മ്യൂട്ട് ചെയ്താണോ? ഞാനല്ല മ്യൂട്ട് ചെയ്തത്. എവിടെ തൊട്ടാ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല. അല്ല, ജസ്റ്റ് ഇപ്പൊ ഒരു സെക്കൻഡ് ആയുള്ളൂ. ആയപ്പോ തന്നെ താങ്ക് യു. നമ്മളെ
മഴ എന്നുള്ളൊരു കേസും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനിൽ അതിനനുസരിച്ചുള്ള എലമെന്റ്സ് ഇനീഷ്യലി ആഡ് ചെയ്യുകയാണെങ്കിൽ മനയെ പ്രൊട്ടക്ട് ചെയ്യാനും മഴയോട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാനും ചൂടിന് ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. കാരണം പേഴ്സണലി ഞാനൊരു ആസ് എ ഡിസൈനർ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യങ്ങൾ കുറവുണ്ട്. ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ബോക്സി ആയിട്ടുള്ള കോൺക്രീറ്റ് ബോക്സസ് ചെയ്യുന്നതിനോട് താല്പര്യം അധികം ഇല്ലാത്ത ഒരാളാണ്. കാരണം അതിന്റെ ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ ചൂട് ഭയങ്കരമായിട്ട് ഒരു ഹോട്ട് ബോക്സ് ആയിട്ട് നമ്മുടെ വീട് മാറും. കോൺക്രീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽസിന് പൊതുവേ ഉള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ കോൺക്രീറ്റ് സിമെന്റിനുള്ള പൊതുവേ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഭയങ്കരമായിട്ട് ഉള്ളോട്ട് എമിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇനീഷ്യലി നമ്മളെ വീട്ടിൽ കോൺക്രീറ്റ്സ് അല്ലെങ്കിൽ സിമെന്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ബോക്സിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടൈമിൽ ഒരു ആഫ്റ്റർ 12 ചൂട് സ്റ്റാർട്ട് ചെയ്യും. അതൊരു അപ് ടു 6 വരെ ഡയറക്റ്റ് സൺലൈറ്റിന്റെ ചൂടുണ്ടായിരിക്കും. ദെൻ 6 ശേഷം ആ കോൺക്രീറ്റ് കൂളായി ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴേക്കും ഒരു മേ ബി 12 o'clock അല്ലെങ്കിൽ 2 o'clock വരയ്ക്കും മോർണിംഗ് അതായത് നൈറ്റ് വരയ്ക്കും ആ ചൂടുണ്ടാവും. അതായത് നമ്മൾ രാത്രി മുഴുവനും ആ ചൂടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ AC എന്നുള്ളൊരു കേസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആക്ച്വലി AC ഇല്ലാതെ വർക്ക് ചെയ്യാവുന്ന വീടുകൾ നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണ്. അത് നമ്മുടെ ഡിസൈൻസിന്റെയും കൂടി ഡിസൈൻ പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് പ്രോപ്പറായി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AC എല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ സ്റ്റിൽ നമ്മുടെ നാട്ടിൽ വീടുകൾ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മെറ്റീരിയൽസിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും അതിന്റെ നമ്മളെ അടുത്ത ടെമ്പറേച്ചറും ബാക്കിയുള്ള ഇന്റീരിയേഴ്സിനെ കുറിച്ചും പ്രോപ്പറായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ വർക്ക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ട്രൈ ചെയ്യുന്ന വീട് ഹോൾഡ് ആവാതെ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഹോൾഡ് ആവാതെ ഫിനിഷ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ദെൻ അത് ഫിനിഷ് ചെയ്തുമ്പോൾ അതിന് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ കൃത്യമായ ഔട്ട്പുട്ടോട് കൂടി അത് ഫിനിഷ് ചെയ്ത് വരികയും ചെയ്യും. ആസ് എ പോയിന്റ്സ് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റുമായിരിക്കും. പറഞ്ഞോളൂ. ഹലോ സാർ, സെഷൻ കഴിഞ്ഞിരുന്നോ? നമുക്ക് Q&A സ്റ്റാർട്ട് ചെയ്യണോ അതോ? Q&A സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മേ ബി അതായിരിക്കും ഈസി. ഞാൻ ഈ പോയിന്റ്സിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതാണ് എനിക്ക് പോയിന്റ്സ് ആയിട്ട് നിങ്ങളിലേക്ക് പുഷ് ചെയ്യാനുള്ളത്. കാരണം എന്തുകൊണ്ടൊരു വീട് എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ അത് പ്ലാൻ ചെയ്യാം, സ്റ്റിൽ എന്തെല്ലാം നമ്മൾ അതിൽ കെയർ ചെയ്യണം ബേസിക്കലി ഒരു വീട് വർക്ക് ചെയ്യുമ്പോൾ. അതായിരുന്നു എന്റെ മെയിൻ ആയിട്ട് ചെയ്യാണ്ടത്. അതിന്റെ പോയിന്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഇൻഡെപ്ത് പോവാൻ Q&A ആയിരിക്കും എനിക്ക് ഒന്നുകൂടി ഈസി. ഓക്കെ സർ. ഓക്കെ, നമുക്ക് പ്രേം ശങ്കർ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സർ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പ്രേം ശങ്കർ സർ. പ്രേം ശങ്കർ സർ, ഹലോ. ഹലോ, കേക്കാവോ? സോറി ജയ് സർ, പ്രേം ശങ്കർ സർ ആണ്. ഹലോ, പ്രേമാണേ. പറയൂ സർ, പറയൂ. ഞാനൊരു വർഷത്തിന്റെ അകത്ത് വെച്ചിട്ട് ഈ വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മനസ്സിൽ ഒരു പ്ലാൻ ഇടുകയാണ്. സോ എന്റെ ഒരു ചെറിയൊരു ഡൗട്ട്, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ എന്റെ ഒരു മനസ്സിൽ കിട്ടിയ ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ലേബർ കോൺട്രാക്ടിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ടേൺ കീ പ്രോജക്റ്റിന് പകരം ലേബർ കോൺട്രാക്ടിന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതെ. അപ്പൊ ആ സമയത്ത് ഇപ്പോ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. എന്റെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മളൊരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോയിട്ട് എൻറ്റയർ പ്ലാൻ ബുക്ക് മേടിക്കുക എന്നുള്ളതാണ്. പ്ലാൻ ബുക്കിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു 4-5 ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ സ്ട്രക്ചറൽ പ്ലാൻ, floor plan, 2D, 3D elevation, then 3D interior walkthrough, then detailed estimate, detailed cost estimate, material estimate. അപ്പോൾ ഇത്രയും ഒരു പ്ലാൻ ബുക്ക് ആയിട്ട് നമുക്ക് കിട്ടും.
ഇതാണ് എന്റെ ഫസ്റ്റ് യെസ്. ചോദ്യം. ഇത് ഉറപ്പല്ലേ, ഇത്രയും സാധനങ്ങളല്ലേ നമുക്ക് കിട്ടേണ്ടത്? അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ ചെയ്യുന്ന അത് സാർ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ റിക്വയർമെന്റ് ഇനീഷ്യലിന് സാർ കാണുന്ന ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അതായത് ഓക്കെ. പല രീതിയിലാണ് ആർക്കിടെക്ട്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സാറിന് ഒരു പ്രോപ്പർ പ്ലാൻ ബുക്കാണ് ആവശ്യമെങ്കിൽ സാർ അത് ഇനീഷ്യലിനെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കണം. കാരണം സാർ ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ് ഡിപ്പെൻസ് ഓൺ ഫേംസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. മിനിമം ഒരു 3 months എങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞങ്ങളെ സംബന്ധിച്ച്. മിനിമം 3 months എടുക്കുന്ന പ്രോസസ്സാണ് ഞങ്ങളെ സംബന്ധിച്ച് സാർ ഈ പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോ അത് ആ ആർക്കിടെക്ട് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ള അനുസരിച്ചാണ്. ഇപ്പൊ സാറിന് നോർമലി സാറിന് വീട് വർക്ക് ചെയ്യാൻ ഇത്രയും എലമെന്റ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആവശ്യമാണ് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പൊ സാർ ഒരു സമ്മൺ കോൺട്രാക്ടർ ആരെങ്കിലും വെച്ച് ഒരു ബിൽഡറെ വെച്ച് വീട് വർക്ക് ചെയ്യാൻ മിനിമം സാറിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ വേണ്ടത് ഒരു MEP പാർട്ടും കൂടി സാർ ആർക്കിടെക്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണം എന്നുള്ളത്. അതായത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡീറ്റെയിൽസും കൂടി അവരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൽ അഡീഷണൽ ആയി സാറിന് വേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സാറിന് ആ വീട് വർക്ക് ചെയ്യാം. ബട്ട് സ്റ്റിൽ അതിലുള്ള ഒരു ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാർ ഇപ്പൊ ഉദ്ദേശിക്കുന്ന വീടിന്റെ ഏരിയ എത്രയാന്ന് പറയൂ സാർ, അല്ലെങ്കിൽ എങ്ങനെ ഒരു വീടാണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. ഞാനൊരു 2500 അത് തന്നെയാണ് എന്റെ മാക്സിമം ലിമിറ്റ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് സാർ ഒരു പിന്നെ ഈവൻ ഒരു ലേബർ കോൺട്രാക്ടർ ത്രൂ സാർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സാർ പുറത്താണോ നാട്ടിലാണോ? ഞാൻ നാട്ടിൽ തന്നെയാണ്. ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മീൻസ് നാട്ടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാം. പക്ഷെ എനിക്കൊരു ഫുള്ളി ഡെയിലി ബേസിസിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാനും കോഓപ്പറേറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് ടേൺ കീ പ്രോജക്റ്റിനേക്കാളും കുറച്ചും കൂടി ലാഭം കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ പൈസ ലാൻഡ്സ്കേപ്പിനും ഇന്റീരിയറിനും ഉപയോഗിക്കാമെന്നുള്ള ഇതാണ്. അതായത് സാറിന് ഇപ്പൊ പ്രൊജക്ടില് സാർ പറഞ്ഞ കേസിൽ സാറിന് വരുന്ന ഡിഫറൻസ്, പ്രൈസ് ഡിഫറൻസ് 10 to 15% വരെയുള്ള ഒരു അഡീഷണൽ കോസ്റ്റ് ആണ് സാർ കോൺട്രാക്ടിലേക്ക് പോകുമ്പോൾ വരിക. ഓൾമോസ്റ്റ് 10 എക്സ്പെക്ട് ചെയ്യാം. 10 to 15% വരെ സാറിന് ഒരു കോൺട്രാക്ടറിൽ നിന്ന് ലേബർ കോൺട്രാക്ടറിലേക്ക് മാറുമ്പോൾ സാറിന് കോസ്റ്റ് ബെനിഫിറ്റ് കിട്ടും. കാരണം അത് ആ കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ ആ ബിൽഡറുടെ റണ്ണിങ് കോസ്റ്റും ആളുടെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 10 to 15% വരെയുള്ള ഡിഫറൻസ് ആയിരിക്കും സാറിന് വരിക. അത് സാറിന് ഇതിൽ കുറവ് കിട്ടും ടോട്ടൽ കോസ്റ്റിന്റെ, ടോട്ടൽ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കോസ്റ്റിന്റെ. സോറി ടു കട്ട് യു ഓഫ്. ഇവിടെയാണ് എന്റെ നെക്സ്റ്റ് ചോദ്യം വരുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്ലാനിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, വിച്ച് മീൻസ് എന്റെ കയ്യിൽ എൻറ്റയർ പ്ലാൻ ബുക്ക് ഉണ്ട്, ഞാനൊരു ലേബർ കോൺട്രാക്ടറിന് ഒരു തേർഡ് പാർട്ടി വെണ്ടറിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് ഞാനൊരു അഡീഷണലി ഒരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിനീയറിനെ ഇത് എപ്പോഴും ഒന്ന് വിജിലൻസ് ചെയ്യാനായിട്ട് ഒരാളെ മൊബിലൈസ് ചെയ്യണോ? അതോ അവരുടെ തന്നെ ആൾക്കാർ, മീൻസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് എഞ്ചിനീയറിനെക്കാളും താഴെയുള്ള ഒരാളായിരിക്കും. ഇതിന്റെ പ്ലാനിന്റെ എക്സാക്ട് തോട്ട് ഈ പ്ലാൻ ബുക്ക് വെച്ചിട്ട് മനസ്സിലാക്കി കോൺട്രാക്ടറിനും ദെയർ ബൈ കോൺട്രാക്ടർ ടു ദ എക്സാക്ട് മാൻസെറ്റ് അയാൾക്ക് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നമ്മൾ വേറൊരാളെ അവിടെ ഇതിന്റെ ടോപ്പിൽ ഒരാളെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണോ? എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ? സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വന്നിരുന്നത്. അതായത് ഇപ്പൊ സാർ 2500 സ്ക്വയർ ഫീറ്റിലെ വീട് സാർ അത് നാട്ടിലുണ്ടോ എന്ന് ചോദിക്കാനുള്ള റീസണും അതായിരുന്നു. 2500 സ്ക്വയർ ഫീറ്റിലെ വീട് സാർ ഇൻക്ലൂഡിംഗ് ദിസ് പ്ലാൻ ബുക്ക്, അതിൽ ഫ്ലോർ പ്ലാൻ ഉണ്ടായിരിക്കും, എലിവേഷൻസ് ഉണ്ടായിരിക്കും, സെക്ഷൻസ് ഉണ്ടായിരിക്കും, മേ ബി ടെക്നിക്കൽ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും, അഥവാ സ്ട്രക്ചർ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. അതിനുശേഷം പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഇന്റീരിയർ, അത്രയും പാർട്ടായിരിക്കും അതിലുണ്ടാവുക. അത്രയും ഡ്രോയിങ്സ് വെച്ചിട്ടാണെങ്കിൽ പോലും അതിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസിന്റെ സെക്ഷൻ ഉണ്ട്. ഇപ്പൊ സാർ ഒരു ലേബർ കോൺട്രാക്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്യുന്ന ഗ്രൂപ്പ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും. അതിനുശേഷം അതിന്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് വേറെ ആയിരിക്കും. അതിന് മാസൺട്രിയുടെ വർക്ക് വേറെ ഉണ്ടായിരിക്കും. ദെൻ റൂഫിംഗ് സംതിങ് ഒരു 4-5 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവിടെ എന്ത് ചെയ്യാണ്ടാവും, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരെ കോർഡിനേറ്റ് ചെയ്യാന്ന് വേണം എന്നാണ് വലിയൊരു ഇഷ്യൂ വരുന്നത്. കാരണം ഇതിൽ എവിടെ ഒരു ഡിഫറൻസ് വന്നാലും, ആക്ച്വൽ ഡ്രോയിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ അവർ സ്റ്റഡി ചെയ്യുന്ന ഡ്രോയിങ്ങിൽ നിന്നോ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിലോ ഒരു ഡിഫറൻസ് വന്നാലും ഈ എൻറ്റയർ ബിൽഡിങ്ങിനെ അത് എഫക്ട് ചെയ്യും, അഥവാ എൻറ്റയർ ഡിസൈനിനെ അത് എഫക്ട് ചെയ്യും. അപ്പോ ഇത് ഒരു കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ? ഓക്കെ. ഇതിലുള്ള ഒരു സാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം, ഒന്നെങ്കിൽ അവിടെ ഒരു സിംഗിൾ പേഴ്സൺ ഇത് കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ആരെങ്കിലും സാറിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ കോൺട്രാക്ടറിലേക്ക് സാർ കംപ്ലീറ്റ് പ്രൊജക്ട് ലേബർ കോൺട്രാക്ട് മൂവ് ചെയ്യണം. അതായത് ആ കോൺട്രാക്ടർ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് ഈ കംപ്ലീറ്റ് ഡ്രോയിങ് റീഡ് ചെയ്യാനും ഈ വരുന്ന 5-6 വരുന്ന ടീം ഓഫ് ലേബേഴ്സിനെ
കോർഡിനേറ്റ് ചെയ്യാനും കേപ്പബിൾ ആവുന്ന ഒരു സിംഗിൾ കോൺട്രാക്ടറിലേക്ക് ഇത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് സാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബട്ട് സ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാള് അത് ഒന്നെങ്കിൽ ആർക്കിടെക്ടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ സംവൺ ഈ എൻ്റെ പ്രോസസ്സ് സാർ ഈ പറഞ്ഞ 1 year പ്രോസസ്സ് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. സാറിന് ഹെഡ് ഏക്ക് കുറയുന്ന ഒരു കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ അത് സാറിന് വലിയൊരു ഹെഡ് ഏക്ക് ആയിരിക്കും. ഒരു ആർക്കിടെക്ട് ചെയ്ത പ്ലാന് അതുപോലെ ചിലപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. വളരെ റയർ ആയിട്ടാണ് അതിന് പോസിബിൾ ആവുക. എന്തായാലും ഒരാൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് സാറിന്. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഹെഡ് ഏക്ക് ആയിരിക്കും. സാറിന് ഒരുപാട് ഇഷ്യൂസ് പിന്നീട് വരും, ചേഞ്ചസ് ആണെങ്കിലും റീവർക്സ് ആണെങ്കിലും അങ്ങനെയുള്ള. വിച്ച് മീൻസ് ഞാൻ പ്ലാൻ ബുക്കോടെ ഞാൻ ഡിഫറെന്റ് ലേബർ പാർട്ടീസിനെ കൊണ്ട് പല നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പൊ ഒരു കാര്യം, കോൺക്രീറ്റ് ബ്ലോക്ക് ആണോ അതോ ഈ ചുടുകല്ലാണോ നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റുന്നത്? ആരാണ് സംസാരിക്കുന്നത്? ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി. ജയകുമാർ എന്ന് പറയും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ആൾക്കാർ നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു ഓർഡറിൽ ക്വസ്റ്റ്യൻസ് എടുക്കാവുന്നതാണ്. ഇപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ച ആള് കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചത് ഈ ചുടുകല്ലാണോ നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്സ് ആണോ നമുക്ക് ചൂടിനെ ചുടുകല്ല് എന്ന് പറയുമ്പോൾ നമ്മളെ ഇഷ്ടികയല്ലേ സർ ഉദ്ദേശിക്കുന്നത്? അതായത് എപ്പോഴും ചൂട് കുറയാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക ഇഷ്ടികകളാണ്. സിമെന്റ് എന്ന് പറഞ്ഞാൽ ചൂട് വല്ലാതെ അബ്സോർബ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിമെന്റ്. അപ്പോൾ സിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിനും ചൂട് കൂടുതലായിരിക്കും. സിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും അതിന് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ചൂടാണ് സാർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സാറിന് ഇഷ്ടികയിലേക്ക് പോകുന്ന ഒരുപാട് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യും സിമെന്റ് ബ്ലോക്സിനേക്കാൾ. ഈവൻ സിമെന്റ് ബ്ലോക്സിനേക്കാൾ സാറിന് സ്ട്രെങ്ത്തും ലൈഫും കൂടുതൽ വരിക ഇഷ്ടികയ്ക്കായിരിക്കും, അഥവാ ഇതിനായിരിക്കും, സാർ പറഞ്ഞ വൈറ്റ് ബ്രിക്സിനായിരിക്കും. കോസ്റ്റ് വൈസ് ഇഷ്ടിക കൂടുതലാണെന്ന് മാത്രം, അത് സാർ കൺസിഡർ ചെയ്യണം. ജിജി ആഞ്ചലോ ആണ്. ജിജി ആഞ്ചലോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജിജി ആഞ്ചലോ കേക്കാമോ? കേക്കാം, പറഞ്ഞോളൂ. ഞാൻ എന്റെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് നമുക്ക് പിന്നെ ക്രോസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ബിൽഡറിനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി നമുക്കൊരു കൊട്ടേഷൻ തരുമ്പോൾ how to cross check that cost given by the builder. പിന്നെ അതുപോലെ നമ്മൾ ബിൽഡറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ how to evaluate whether that builder is capable of doing this or how to compare. കാരണം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബിൽഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അവര് തമ്മിൽ എങ്ങനെയാണ് നമ്മളൊരു ആരാണ് അവർ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇതില് ഈ റിനോവേഷൻ ആയതുകൊണ്ട് കുറച്ച് കെയർ ചെയ്ത് ചെയ്യാനാണ് എന്റെ ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം റിനോവേഷൻ ചെയ്യുമ്പോൾ എത്ര വർഷം പഴക്കമുള്ള വീടായിരുന്നു സർ? ഇതൊരു 40 years പഴക്കമുണ്ട്. കോൺക്രീറ്റ് ഹൗസ് ആണ്. ഓക്കെ, 40 years പഴക്കം എന്ന് പറയുമ്പോൾ അതില് സർ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിലുള്ള എല്ലാ കാര്യങ്ങൾക്കും 40 വർഷത്തെ പഴക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് പല കാര്യങ്ങളിലും ചിലപ്പോൾ സാറിന് വീക്കായുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ആ വീക്കായുള്ള ഏരിയാസ് ഇപ്പൊ അതൊരു ഓൾഡ് ബിൽഡിംഗ് ആയി നിൽക്കുമ്പോൾ സാറിന് അത് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ആവുമ്പോൾ അല്ലെങ്കിൽ ആ കണക്ഷൻസ് ബ്രേക്ക് ആവുമ്പോൾ ഈ വീക്ക് പാർട്ടിൽ ചിലപ്പോൾ ചെറിയ സെറ്റിൽമെന്റിനോ ക്രാക്സിനോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതൊന്ന് കെയർ ചെയ്യുക. രണ്ടാമത് 40 years ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് തന്നെയായിരുന്നല്ലോ അല്ലെ? അതെ അതെ അതെ. 40 years പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിൽ ചിലപ്പോൾ സാറിന് ഇനിയിപ്പോ ബ്രേക്ക് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ, കണക്റ്റഡ് ആയിട്ടുള്ള ലിൻഡൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റന്റ് വാൾസിലേക്ക് അതിന്റെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ബെൽറ്റ് എന്തായാലും അതിൽ ഉണ്ടാവില്ല ഫ്ലോറിൽ, അതായത് നമ്മളെ ബെൽറ്റ് എന്ന് പറഞ്ഞ പാർട്ട് അതിലെന്തായാലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പോർഷന്റെ പകുതി ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു വാള് വരെ കട്ട് ചെയ്ത് ആ വാളിൽ നിന്ന് പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടാവും നല്ലത്. കാരണം അതുവരെയുള്ള സ്ട്രക്ചറിനെ ആ വാള് ഹോൾഡ് ചെയ്യും.
പക്ഷെ ഒരു റൂമിന്റെ പകുതിയിൽ നിന്ന് വേറൊരു വാൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സാറിന് ഫ്യൂച്ചറിൽ ക്രാക്സ് അല്ലെങ്കിൽ വാളിലേക്കുള്ള ലോഡ് ബെയറിംഗിന്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് വരും. അതുകൊണ്ട് എപ്പോഴും റിനോവേഷൻസ് കെയർ ചെയ്ത് ചെയ്യുക. പിന്നെ സാർ ചോദ്യത്തിനുള്ള മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ റിനോവേഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കോൺട്രാക്ടറിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്റെ ഒരു സജഷൻ. കാരണം റിനോവേഷൻസ് എപ്പോഴും ഒരു പുതിയ വീട് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം ഓൾറെഡി ഉള്ള സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യണം, അതിന്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യണം, അതിലേക്കുള്ള കണക്ഷൻസ് കൺസിഡർ ചെയ്യണം. കാരണം ഓൾറെഡി ഉള്ള സ്ട്രക്ചറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ ജോയിന്റ്സിലെല്ലാം ലീക്സ് വരാൻ ചാൻസസ് ഉണ്ട്, വാൾസിൽ ക്രാക്സ് ഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള അഡീഷണൽ കോളംസ്, പില്ലേഴ്സ്, ബീംസ് ഇതെല്ലാം നമ്മൾ അഡീഷണലി കാണണം. അതായത് ഓൾറെഡി ഉള്ള സ്ട്രക്ചറിനെ ഞങ്ങൾ എപ്പോഴും പറയും റിനോവേഷൻ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്തിയിട്ട് അതിലേക്ക് ഡയറക്ട്ലി കണക്ഷൻ കൊടുക്കാതെ ഒരു വേറെ ഇൻഡിപെൻഡന്റ് ബിൽഡിംഗ് പോലെ പുതിയ ഏരിയ ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അതായത് ഇതിലേക്ക് കോളംസ് വെച്ചിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യിക്കുക, ഓൾറെഡി ഉള്ള വാൾസിലേക്ക് ലോഡ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ആവുമ്പോൾ ആ പഴയ ബിൽഡിങ്ങിന് അത് കൂടുതലായിട്ട് പുതിയ ബിൽഡിങ്ങിന്റെ ലോഡ്സ് എഫക്ട് ചെയ്യൂല, പുതിയ ബിൽഡിംഗ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം. പക്ഷെ സർ കോൺട്രാക്ടറിലേക്ക് പോകുമ്പോൾ എനിവേ തന്നെയാണ് ഇതിലുള്ള സൊല്യൂഷൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ മുന്നേ വർക്ക് ചെയ്ത വർക്ക്സിലേക്ക് വർക്ക് പോയി കാണുക, മുന്നേ വർക്ക് ചെയ്ത പിന്നെ ക്ലയൻസുമായിട്ട് സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പറ്റും എങ്കിൽ എന്താണോ കോൺട്രാക്ടിലേക്ക് ജസ്റ്റ് വാക്കാൽ വെർബലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഇനീഷ്യലി ഒരു ഫ്ലോർ പ്ലാൻ വാങ്ങുക, അതിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എങ്ങനെ വരണം എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ സാറിനത് 1 or 2 കോൺട്രാക്ടിലേക്ക് ഈസിയായി പുഷ് ചെയ്യാൻ പറ്റും. അവരെ കൊട്ടേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു കോൺട്രാക്ടറെ വിളിച്ച് വെർബലി മാത്രം ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുമ്പോൾ അവരത് ബേസ് ചെയ്ത് ഒരു കൊട്ടേഷൻ തരും. സാറിന് അത് ഒരിക്കലും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളിലേക്ക് സംസാരിക്കാനോ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലോർ പ്ലാൻ ചെയ്യുക, അതിന്റെ എലിവേഷൻസ് ചെയ്യുക, അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ വർക്ക് ചെയ്യുക, അത് സാറിന് കോൺട്രാക്ടേഴ്സിലേക്ക് കൊടുക്കാം. അപ്പൊ സാറിന് എല്ലാ കോൺട്രാക്ടേഴ്സും തരുന്ന അതിന്റെ കോസ്റ്റിംഗ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ സാറിന് കമ്പയറബിൾ ആയിരിക്കും. ഇതാണ് ചെയ്യാൻ നല്ലത്. ബട്ട് സ്റ്റിൽ റിനോവേഷൻസ് ശ്രദ്ധിച്ച് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ത്രൂ മാത്രം പോവുക. പുതിയ ആളുകളിലേക്ക് റിനോവേഷൻസ് പോകുമ്പോൾ അത് റിസ്ക് ആണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്. കാരണം സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളിലേക്ക് മാത്രം റിനോവേഷൻസ് പോവുക, ഇല്ലെങ്കിൽ ഫർദർ ക്രാക്സിനുള്ള ചാൻസോ അല്ലെങ്കിൽ ലീക്കിനുള്ള ചാൻസസോ ഉണ്ടായിരിക്കും അതിൽ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് ഒരു 2-3 പിന്നെ ബിൽഡേഴ്സിന്റെ ഒരു റെഫറൻസ് തരാൻ പറ്റുമോ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള? സർ ഏത് ഭാഗത്താണ് സർ? ഞാൻ ആലുവയിലാണ്. ആലുവ അല്ലേ? ആലുവ. ഓക്കെ സർ, ജസ്റ്റ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണോ? ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ജസ്റ്റ് യൂഗ ഡിസൈൻസ്, YUUGA, അതാണ് ഞങ്ങളെ ഫേമിന്റെ പേര്, യൂഗ. അതിലൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന സർ ജിജി സാറാണെന്ന് പറഞ്ഞ് എനിക്ക് കണക്ട് ആവും. ഞാൻ നമ്മളെ അവിടെ നമുക്ക് ആലുവ ഭാഗത്ത്, ആലുവ പിന്നെ ആ ഭാഗത്ത് കൊച്ചി ഭാഗത്ത് 4-5 വർക്ക്സ് ഞാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി. എടപ്പള്ളി, ആലുവ, പിന്നെ പെരുമ്പാവൂർ ഭാഗത്തെല്ലാം. അതിൽ പെരുമ്പാവൂർ ചെയ്യുന്ന ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പാണ്, നല്ല ടീമാണ് വർക്ക് ചെയ്യുന്നത്, പെരുമ്പാവൂരിനുള്ള ആളുകളാണ്. അവരെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും അവരെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ 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 സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്. നമസ്കാരം സാർ. സാറെ കേൾക്കുന്നുണ്ടോ? നമസ്കാരം സാർ, പറയൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. 3 കാര്യമാണ് സാർ അറിയാനുള്ളത്. ഒന്ന്, നമ്മളുടെ ബിൽഡിംഗ് സ്ട്രക്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ സ്ലാബുകൾ FRP ചെയ്ത്, മറ്റേ നമ്മുടെ ഫൈബർ ഇതുണ്ടല്ലോ ഇപ്പൊ പുതുതായിട്ട് വരുന്നത്, അതുകൊണ്ട് ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഐ മീൻ അതിൽ തന്നെ മറ്റേ പല ഭാഗത്തും നമുക്ക് മറ്റേ കൺസീൽഡ് ബീം വരുന്നുണ്ട്, അപ്പൊ അത് വിഷയമാവോ എന്നുള്ളതാണ്. GFRGനെ കുറിച്ചാണോ ചോദിച്ചത്? അതെ 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 അതെ, GFRGനെ കുറിച്ച് ചോദിച്ചത് അല്ലെ? GFRGയിൽ ഞാൻ 2 പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ സാർ. കേൾക്കണ്ട പറയൂ സാർ. ഞാൻ ഓൾറെഡി 2 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് GFRG വെച്ച്. അതിലുള്ള ബെനിഫിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിനെ വെച്ച് ചെയ്യരുത്. അത് GFRG ചെയ്യുന്ന ഗ്രൂപ്പ്സിൽ തന്നെ ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ്. അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. 2, സാർ ഓൾറെഡി ഇതിനെ കുറിച്ച് അവരെ ഗ്രൂപ്പായിട്ട് സംസാരിച്ചിരുന്നോ? അവര് സൈറ്റ് കണ്ടതാണോ? ഇല്ല കണ്ടിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ് പ്ലാനിങ് സ്റ്റേജിലാണ്. ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ GFRG ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻ ഒന്ന് സാറിന്റെ സൈറ്റിലേക്ക് പ്രോപ്പർ ആയിട്ട് ക്രെയിൻ വരും എന്നുള്ള സാർ ഒന്ന് ഉറപ്പിക്കുക.
കാരണം അതിന് അതിൻ്റെതായുള്ള റിസ്കുകളുണ്ട് GFRG ചെയ്യുമ്പോൾ. കാരണം അത് നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. വലിയ സ്ലാബ്സ് ആയിരിക്കും അത്. അപ്പോ അത്രയും വലിയ സ്ലാബ്സ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സാർ എക്സ്പെക്ട് ചെയ്യണം. കാരണം അത് ക്രെയിൻസ് വരുന്ന ഏരിയ ആണ്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതെന്ന് ഉറപ്പിക്കുക. രണ്ട്, അതിൽ വാൾ തിക്നെസ് കുറവായിരിക്കും അത് ആക്ച്വലി പ്രീകാസ്റ്റഡ് ആയതുകൊണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മുതലായുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്തെല്ലാം നമ്മൾ വാളിൽ കൺസീൽഡ് ആയി ചെയ്യാനുണ്ടോ, ഈവൻ ഇൻക്ലൂഡിങ് സ്വിച്ച് ബോർഡിന്റെ പൊസിഷൻ വരെ നമ്മൾ പ്രീ പ്ലാൻഡ് ആവണം. പിന്നീട് ഇതിൽ ചേഞ്ചസ് അധികം പോസിബിൾ അല്ല GFRGന്റെ മെറ്റീരിയലിൽ. കാരണം അത് കംപ്ലീറ്റ്ലി ഒരു കോൺക്രീറ്റ് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, കോൺക്രീറ്റ് ബ്ലോക്ക് പോലെയാണ് പിന്നെ വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് എന്തെല്ലാമാണോ വീടിന്റെ ചുമരിലൂടെ കൺസീൽഡ് ചെയ്യേണ്ടത് അതിനെല്ലാം കൃത്യമായി നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് പോകണം. പിന്നീട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയില്ല എന്നുള്ളത് പ്ലാൻ ചെയ്യാം. പിന്നെ ശരിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഡിഫറൻസ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ആക്ച്വലി GFRGs എപ്പോഴും നല്ലത് വലിയ ഏരിയ കവർ ചെയ്യുന്ന പ്രൊജക്ടുകൾക്കാണ്. ചെറിയ ഏരിയയിലേക്ക് GFRG സജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസിങ്ങിന്റെ കൂടെ ഇതിന്റെ ബാക്കിയുള്ള അതിന്റെ മൂവ്മെന്റ്സ്, അതിന്റെ ഫിക്സിങ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അതൊരു കോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത പ്രൊജക്ട്സുകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടെക്നിക്കൽ പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺവെൻഷണൽ സ്ട്രക്ചർ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ കൂടുതലായി ചെയ്യാണ്ട്, പ്രീ പ്ലാൻ ചെയ്യാണ്ട്, കുറെ ആളുകൾ ഇൻവോൾവ് ആവാണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ചെറിയ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ GFRG സജസ്റ്റ് ചെയ്യാറില്ല. വലിയ ഏരിയാസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ കുറച്ച് വലിയ ഏരിയാസിലേക്കാണ് എപ്പോഴും GFRG പോലുള്ള മെറ്റീരിയൽസ് നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. രണ്ടാമത്തെ കേസ് നമ്മൾ ഈ കമ്പിക്ക് പകരം ഇപ്പോ ഫൈബറിന്റെ ഇത് വരുന്നുണ്ടല്ലോ, അതിന്റെ കാര്യം. ആക്ച്വലി സാർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഇതുവരെ അറിവുകളില്ല. ഞാനൊന്ന് പഠിക്കേണ്ട കേസാണ്. ഞങ്ങൾ ഇപ്പോഴും RCCയിലേക്ക് സ്റ്റീൽസ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് പഠിച്ചിട്ടാണെന്നേ സാർ റിപ്ലൈ, ഞാൻ പേഴ്സണലായിട്ട് റിപ്ലൈ ആണ് ചെയ്യാം. ഈ മെറ്റൽ ബാസിൽ തന്നെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലും. ഓക്കെ സാർ. അതുപോലെ തന്നെ പിന്നെ സാർ ഒരു കാര്യം കൂടി, നമ്മൾ ഈ മറ്റെന്താ പറയാ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോളൂ. സോറി, വേറെ കുറെ ആൾക്കാര് പ്രസീത ഷിനോയ് മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. പ്രസീത ഷിനോയ് മാം. ഓക്കെ മാം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. PK പ്രേമൻ സാറിന് ചോദിക്കാം. ഇപ്പൊ ഓൾറെഡി വീടിന്റെ കൺസ്ട്രക്ഷനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ആർക്കിടെക്ചറാണ് ചെയ്യുന്നത്. സൗണ്ട് ക്ലിയർ ആവുന്നില്ല, ഒന്ന് പറയൂ സർ. ക്ലിയർ ആയില്ല, അതുകൊണ്ട് സോറി. വീട് പണി ആരംഭിച്ചിട്ടുണ്ട്, ഫൗണ്ടേഷൻ പണിയൊക്കെ ആരംഭിച്ചു. ആർക്കിടെക്ചറാണ് പ്ലാനൊക്കെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്ലാനുകളും അതിനകത്തുണ്ട്. അതിനകത്ത് കൂടെ ഒരു ഫർണിച്ചർ പ്ലാനും കൂടെ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായി അവർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ലേബർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നാട്ടിലൊരു ലോക്കലായിട്ടുള്ള ഒരു എഞ്ചിനീയറെ, നമ്മുടെ നാട്ടിൽ ലഭ്യമാവുന്ന ഒരു എഞ്ചിനീയറെ ആ വർക്ക് മോണിറ്റർ ചെയ്യാനും ആക്കിയിട്ടുണ്ട്. ഒരു ആർക്കിടെക്ചർ പറഞ്ഞിട്ടുള്ളത് അവര് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വരാതെ കൊണ്ടിട്ട് ഏത് സമയത്തും ലഭ്യമാകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ ഡോറും മറ്റു കാര്യങ്ങളൊക്കെ, ഡോറല്ല ജനലുകളൊക്കെ UPVC ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാണ് പറഞ്ഞത്. അതിന്റെ ഒരു സേഫ്റ്റി എങ്ങനെ? നാട്ടുമ്പുറാണ് UPVC ചെയ്യുമ്പോ നമ്മളെപ്പോഴും നമ്മളെ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇന്റേണലി ഗ്രിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും UPVCയിൽ. അതായത് UPVC ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്ട്രക്ചർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പ്ലാസ്റ്ററിങ്ങിന്റെ മുന്നേ ഈ മെറ്റലിന്റെ ഗ്രിൽസ്, മെറ്റൽ റാഡ്സ് വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് എപ്പോഴും വീടിന്റെ ചുമരിന്റെ ഉൾഭാഗത്ത് ഫിറ്റ് ചെയ്യുക. അപ്പോഴേ UPVCന്റെ ഫ്രെയിം പുറത്ത് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിൽസ് സെന്ററിൽ ഫിക്സ് ചെയ്യും വാളിന്റെ. അപ്പോൾ UPVCന്റെ ഫ്രെയിമായിട്ട് വളരെ അഡ്ജസ്റ്റന്റ് ആയി നിൽക്കും. നമുക്കത് സ്ലൈഡ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ഗ്രില്ല് പ്ലാസ്റ്ററിങ്ങിന്റെ മുന്നേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ഗ്രിൽസ് ഉണ്ടായിരിക്കും. പിന്നെ ടഫ് ആൻഡ് ഗ്ലാസ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് കോസ്റ്റിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നോർമലി ഗ്രിൽസ് ആണ് നമ്മളെപ്പോഴും മെറ്റൽ ഗ്രിൽസ് ആണ്. അതിൽ നമുക്ക് ഒരു 16mm റാഡ്സ് ഒക്കെ, മെറ്റൽ റാഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, MS റാഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ച്വലി നമ്മളെ വുഡൻ വിൻഡോസ് പോലെ തന്നെ സ്ട്രോങ് ആണ്. വുഡൻ വിൻഡോസിലും സെയിം വേ ആണ് വുഡൻ വിൻഡോസും വർക്ക് ചെയ്യുന്നത്. വുഡൻ വിൻഡോസിലും സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ മെറ്റൽ റാഡ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ആ സെയിം മെറ്റൽ റാഡ്സ് വെച്ച് നമുക്ക് ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും നല്ലത് പ്ലാസ്റ്ററിങ്ങിന്റെ മുന്നേ ഗ്രില്ല് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യുക. അപ്പൊ അതിന്റെ ഔട്ടർ ഫ്രെയിംസും അതിന്റെ ഫിക്സിങ്സും എല്ലാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദെൻ പ്ലാസ്റ്ററിങ്ങിന് ശേഷം
എപ്പോഴും നല്ലത് ഒരു പുട്ടി വർക്കിന്റെ തൊട്ട് മുന്നേ UPVC ചെയ്യാം, അല്ലെങ്കിൽ പുട്ടി വർക്കിന് ശേഷം ഫൈനൽ സ്റ്റേജിൽ UPVC ചെയ്താലും മതി. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് സുബ്രഹ്മണ്യം NK സാർ ആണ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സാർ, പറയൂ സാർ. ആക്ച്വലി ഞാൻ ഒരു 2200 സ്ക്വയർ വീട് പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് ഡൗട്ട് ഇത്ര 2 കേസ് നിങ്ങൾ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് അറിയേണ്ടത് ഇപ്പൊ താഴെ ഞാൻ ഇപ്പോ ഈ ചുടുകല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വെട്ടുകല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്ററിങ് തന്നെ ഇപ്പൊ സിമെന്റ് അല്ലാതെ ഇപ്പൊ ഒരു പുതിയ മെത്തേഡ് വരുന്നുണ്ടല്ലോ. ആക്ച്വലി ജസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് സാൻഡും ഇതും അല്ലാതെ നേരിട്ട് സിമെന്റ് മാത്രമായിട്ടുള്ള പ്ലാസ്റ്ററിങ്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ജിപ്സം പ്ലാസ്റ്ററിംഗ് പറയും. ജിപ്സ് ആണ് കൂടുതൽ നമ്മളെ ലൈൻ ജിപ്സ് ആണ് അതിനു വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത്. സാർ ഈ പറഞ്ഞ ഓപ്ഷനില് അതില് ചുടുകല്ലാണെങ്കിൽ സാറിന് മേ ബി ഒന്നും കൂടി ഈസി ആയിരിക്കും. വെട്ടുകല്ലാവുമ്പോ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവൽസിൽ ഷേപ്പിൽ വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ചുമര് പടുക്കുമ്പോൾ തന്നെ കറക്റ്റ് തൂക്കിട്ട് ലെവൽ ചെയ്ത് പടുക്കുന്നതാണ് നല്ലത്. കാരണം ജിപ്സം പ്ലാസ്റ്ററിംഗ് ഒരുപാട് തിക്നെസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൈല് പോലെ അഡീഷണൽ ലെയർ പോലെയാണ് ഫോം ആവുക ഈ ജിപ്സത്തിന്റെ ആ സ്ലാബ്. അപ്പൊ ഒരുപാട് തിക്നെസ്സിൽ ജിപ്സം ചെയ്യുന്നത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അത് അടർന്നു വീഴാനോ ക്രാക്സ് വീഴാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇതിനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള കൂടുതൽ ഇന്റീരിയറിൽ മാത്രമാണ് ജിപ്സം. എക്സ്റ്റീരിയറിലും ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് വരുന്നുണ്ട് ഈ പ്ലാസ്റ്ററിംഗിൽ, എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സും. ബട്ട് അതിന്റെ ലൈഫിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇത് വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ബട്ട് സ്റ്റിൽ ഗ്ലാസ് ഫൈബേഴ്സും അഡീഷണൽ എക്സ്റ്റേണൽ കോട്ടിങ്സും എല്ലാം ചെയ്ത് നമുക്ക് എക്സ്റ്റേണലും ചെയ്യാൻ പറ്റും. ഇതിലുള്ള ബെനിഫിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പുട്ടി പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഫിനിഷസ് വാളിന് കിട്ടും. ദെൻ ഡയറക്റ്റ് പ്രൈമർ കോട്ട് ചെയ്ത് പെയിന്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ. അതിന്റെ നെഗറ്റീവ് പാർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളത്തിന്റെ കിനിച്ചിലുകളോ അല്ലെങ്കിൽ വെള്ളം ചുമര അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻസോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ പിന്നെ അഡീഷണൽ കോട്ടിങ്സും പ്രൊട്ടക്ഷൻസും എക്സ്റ്റേണലി ആണ് വരുന്നത്. ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഇനീഷ്യലി ഒരു കളർ ചേഞ്ച് ആവും വരുന്നുണ്ടാവുക. രണ്ടാമത് ചിലപ്പോൾ ആ ഒരു പോർഷൻ വാളിൽ നിന്ന് അടർന്നു പോരാനുള്ള ഒരു ചാൻസസും ജിപ്സത്തിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചുമന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ മാത്രമാണ്. പുറത്തുനിന്നുള്ള വെള്ളത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ജിപ്സത്തിലുണ്ട്. കുറച്ചും കൂടി ഈസിയാണ് വർക്ക്, ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഫിനിഷിങ് നല്ലതാവും. ആഫ്റ്റർ പെയിന്റിങ് പുട്ടി എന്നുള്ള കാര്യങ്ങളിൽ വർക്ക് വളരെ സ്പീഡായിട്ട് കംപ്ലീറ്റ് ആവും. പുട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ എഗെയിൻ നമ്മൾ നെയിൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പർ സ്ക്രൂ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കെയർ ചെയ്യുന്നത് നല്ലതാണ് ജിപ്സം ചെയ്യുമ്പോൾ എപ്പോഴും. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടി, പ്ലാസ്റ്ററിങ് വേഴ്സസ് ഈ പറയുന്നത് ചെയ്തതിന് ഇപ്പൊ ഏതായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ്? അതുപോലെ ചൂടിന്റെ കാര്യം? ചൂടിന്റെ കാര്യത്തിൽ എപ്പോഴും ജിപ്സ് ആണ് കൂടുതൽ നന്നാവുക. കാരണം ലൈമാണ് ജിപ്സത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പിന്നെ ചൂട് കുറവായിരിക്കും ജിപ്സത്തിൽ. എങ്ങനെയാലും സിമെന്റിന്റെ കൺസിഡർ ചെയ്യുമ്പോൾ ചൂട് കുറവാണ് ജിപ്സത്തില്. പിന്നെ സാറി പറഞ്ഞ കോസ്റ്റ് എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ്. ശരിക്കും സിമെന്റിനോട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള കോസ്റ്റ് ആണ് ജിപ്സത്തിന് വരുന്നത്, അല്ലെങ്കിൽ അതിനോട് കുറച്ച് കൂടും. പക്ഷെ അത് എങ്ങനെയാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിങ്ങിന്റെ പാർട്ടിൽ നമ്മൾ പുട്ടിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് പെയിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ സിമെന്റിലാവുമ്പോൾ ആദ്യം സിമെന്റ് പ്ലാസ്റ്ററിംഗ്, ദെൻ പുട്ടി 2 കോട്ട്, ദെൻ പ്രൈമർ, ദെൻ പെയിന്റിംഗ് എന്നുള്ളതാണ് സിസ്റ്റം വരുന്നത്. അത്രയും സ്റ്റെപ്സ് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ജിപ്സം സാറിന് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയി ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് റാണി ബോബൻ ആണ്. റാണി ബോബൻ ഹലോ 1 മിനിറ്റ്. അവിടെ മരിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി അറിയാത്തതുകൊണ്ടാണ്. ആൾക്കൊരു അവസരം കൊടുക്കേണ്ടതല്ല. എന്തൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് നേരമായിട്ട് അവർ അവിടെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. അറിയില്ല. അതെ. അതെ, ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാനൊരു പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ കമ്പി ഇട്ടിട്ട് മേലെ ഓടിടുന്ന ഇതുണ്ടല്ലോ പുതിയതായിട്ട് ഇപ്പൊ വന്നേക്കുന്നത്, അതാണോ ടെറസ് വീടാണോ കൂടുതൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്? കോസ്റ്റ് കൂടുതൽ അതന്നെ. ഏരിയക്ക് അനുസരിച്ചാണ്. എങ്കിലും ഞാനിപ്പോ ഈ കമ്പി ഇട്ടിട്ട് ഓടിടുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയില്ല.
കാരണം അതിന്റെ ഇപ്പൊ നമ്മൾ GP ഒക്കെയാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നോർമൽ പൈപ്പുകളല്ല. അതിന് കുറച്ച് GP പോലുള്ള കുറച്ച് ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക, കാരണം കുറച്ചുകൂടി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ കോസ്റ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അത്യാവശ്യം കൂടുതലാണ് ഇപ്പൊ കമ്പിയുടെ കോസ്റ്റും. ബട്ട് സ്റ്റിൽ മാമിന് ചൂട് കുറയും കമ്പിയിട്ട് ഓടിടുമ്പോ. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ലതല്ലേ? കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ലത് അതാണ് മാം. കോസ്റ്റ് മാത്രം കൺസിഡർ അതിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിയും ഓടും അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കോൺക്രീറ്റിനോട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള കോസ്റ്റ് വരും അതിന്. പിന്നെ അല്ലെങ്കിൽ മാം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ സോഴ്സ് ചെയ്യുമ്പോൾ പുതിയ ഓടിലേക്ക് പോവാതെ പഴയ ഓട് സോഴ്സ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അത് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളൊരു മെത്തേഡിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ അതിലൊരു സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വർക്ക് സ്പീഡായിരിക്കും, ചൂട് കുറവായിരിക്കും, പണി തീർക്കാൻ പറ്റും അല്ലേ? അതെ, പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും, ചൂട് കുറവായിരിക്കും. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് അതിലുണ്ട്. പക്ഷെ അടുത്ത് മരങ്ങള് അഥവാ തെങ്ങ് കാര്യങ്ങൾ ഇല്ലാന്ന് ഉറപ്പിക്കണം. കാരണം ഓടാണ് അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ. അത് പിന്നീട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. അപ്പം ഒരു കാര്യം കൂടെ, ഈ ഫൗണ്ടേഷൻ ഇടുമ്പം രണ്ടിനും ഏകദേശം ഒരേപോലെ ആയിരിക്കുമോ വേണ്ടത്? നമ്മളിപ്പോ ചെറിയൊരു വീടാണ്, അതായത് 2000 സ്ക്വയർ ഫീറ്റ് പോലുള്ള ഒരു വീടൊക്കെ വരെയാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. സെയിം രീതിയിൽ തന്നെ ചെയ്യേണ്ടാവും നല്ലത്. കാരണം ചുമരുകളെല്ലാം ബ്രിക്കോ അല്ലെങ്കിൽ വെട്ടുകല്ലോ ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സിമെന്റ് ബ്ലോക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫൗണ്ടേഷനിലോ ഇതിലോ കാര്യങ്ങൾ അധികം മാറ്റങ്ങൾ വരേണ്ട ആവശ്യമില്ല. കാരണം അതിനെ അത്ര കുറയ്ക്കാതിരിക്കാവുന്നല്ല, കാരണം ചുമരിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കും. സ്റ്റിൽ ഓടിനും കമ്പിക്കും അതിൻ്റെതായ വെയിറ്റ് ഉണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ലാബ് ഇടണം തോന്നുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു റൂം എക്സ്ട്രാ എടുക്കണം തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോർമൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ ചെയ്യുന്നതാവും നല്ലത്. കാരണം പിന്നീട് ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരില്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. അടുത്തത് റാണി ബോബൻ. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, നമ്മൾ അടുത്ത് തന്നെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഫോർട്ട് കൊച്ചി ഏരിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് വീതി കുറഞ്ഞ പ്ലോട്ടുകളാണ്. അപ്പൊ നമ്മുടെ വീതി കുറഞ്ഞ് നീളം കൂടിയ പ്ലോട്ടാണ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മളെ കേരളത്തെ കുറച്ച് ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. അതനുസരിച്ചുള്ള സെറ്റ് ബാക്സ് നമുക്കവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം ബാക്കി നമ്മളെ കേരളത്തിന്റെ പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ളതിനേക്കാൾ കേരളത്തെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഒരു രീതിയിലും അത് അഡ്ജസ്റ്റബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് മിനിമം രണ്ട് സൈഡിലും 1 മീറ്റേഴ്സും ബാക്കിൽ 1.5 മീറ്ററും ഫ്രണ്ടിൽ 3 മീറ്റേഴ്സ് എങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യണം, സെറ്റ് ബാക്സ് കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ വീട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പ്ലോട്ട് എടുക്കുമ്പോഴും വളരെ നാരോ ആയ പ്ലോട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ലിമിറ്റേഷൻസ് വരും, ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ വരും. അതൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കുക. അത് അന്ന്. രണ്ടാമത്, ആക്ച്വലി പേഴ്സണലി എനിക്ക് കുറച്ച് എന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് വീതി കുറഞ്ഞ പ്ലോട്ടുകളിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. കാരണം അത് വെന്റിലേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഒരുപാട് ഈസിയാണ്. എല്ലാ റൂംസിലേക്കും നമുക്ക് മാക്സിമം വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഔട്ടർ വാൾസ് കിട്ടും, കാരണം ലെങ്തി ആയ പ്ലോട്ട് ആയതുകൊണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളും ഉണ്ട് ശരിക്കും ലെങ്ത് ആയ പ്ലോട്ട്സിന്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ലെങ്ത് ആയ പ്ലോട്ട് ആവുമ്പോൾ ഒരു പ്രോപ്പർ ആർക്കിടെക്ട് ഓർ സമ്മൺ ഈ പാർട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾ ത്രൂ ഇതൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡിസൈനിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ശരിക്കും എപ്പോഴും വർക്ക് ചെയ്യാൻ വളരെ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാനും നല്ല വീടുകൾ ക്രിയേറ്റ് ചെയ്യാനും എക്സ്റ്റേണൽ ഭംഗി കുറവായിരിക്കും. അതർവൈസ് നല്ലൊരു വീട് ക്രിയേറ്റ് ചെയ്യാനും ഇന്റേണലി ഒരുപാട് രസമുള്ള എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലോട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ് കുറച്ച് ലെങ്ത് ആയുള്ള പ്ലോട്ടുകളാണ്. കാരണം നമുക്ക് എക്സ്റ്റേണൽ കണക്ഷൻസും വിൻഡോസിന്റെ പൊസിഷനിങ്ങിലും വിൻഡോസ് കൂടെയുള്ള വ്യൂസും ഒക്കെ നമുക്ക് നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതിലുള്ള ഒരു നെഗറ്റീവ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭയങ്കര വൈഡ് ആയിട്ടുള്ള വലിയ വീടാണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു എക്സ്റ്റീരിയർ നിൽപ്പ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ. ഒരു ചോദ്യം കൂടെ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഫ്രണ്ടിലൊരു മിറ്റം വേണമെന്നുള്ളത് ഒരു കൺസിഡറേഷൻ ആണ് നമുക്ക്, കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം നീളമുള്ള പ്ലോട്ട് ആയതുകൊണ്ട് നമ്മളൊരു കാർ പാർക്കിംഗ് ഒരു താഴേക്കുള്ള ലെവലിലോട്ട് കൊടുക്കാന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മളൊരു ആർക്കിടെക്ട് കം കൺസ്ട്രക്ഷൻ ഒരു ഫേമിനെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് പോസിബിൾ ആണെന്ന് പറഞ്ഞു. അത് സാറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതോ ബേസ്മെന്റ് മീൻസ് ഭൂമിയുടെ അടിയിലേക്കുള്ള ബേസ്മെന്റ് അല്ലേ അവർ കൺസിഡർ ചെയ്യുന്നത്? അല്ലാതെ അതൊരു സെമി എന്താണ് അണ്ടർഗ്രൗണ്ട് പോലെയാണ്. അത് 90
എബവും ബാക്കി താഴേന്നാണ്, അങ്ങനെ ഒരു കണക്കാണ് പറഞ്ഞത് എന്നോട്. 90 എബവ് വന്നാലും താഴത്തേക്ക് ഏകദേശം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം താഴത്തേക്ക് ഒരു 8 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 7 ഫീറ്റെങ്കിലും താഴത്തേക്ക് കൺസിഡർ ചെയ്യണം ഈ പറഞ്ഞ കേസിൽ. ഈ 7 ഫീറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ഫോട്ടോ വെച്ചാണ് എന്നുള്ളതാണ് എന്റെ ഒരു കൺസേൺ. അപ്പൊ അത് അവരോട് ഡീറ്റെയിൽ ആയിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുക. കാരണം ഫോട്ടോ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാട്ടർ ടേബിൾ കുറച്ച് ഹൈ ആണ്, അതായത് പെട്ടെന്ന് വെള്ളം കാണുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളതും, പിന്നെ പറ്റുമെങ്കിൽ അതിന്റെ ഒരു റീസൺ വെച്ചാൽ അവരോട് പ്രോപ്പറായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ലെവൽസ് സെറ്റ് ചെയ്യാൻ പറയുക. അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി വരാൻ ചാൻസസ് ഉണ്ട് ഈ ബേസ്മെന്റ് പാർക്കിംഗ് എന്നുള്ളത്. ലെങ്ത് ആയതുകൊണ്ട് ബേസ്മെന്റ് പാർക്കിംഗ് പോസിബിൾ ആണ്, കാരണം നമുക്ക് ലെങ്ത് ആയ ഫ്രണ്ട് മുറ്റം കിട്ടും. പിന്നെ റാമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, കാരണം ലെങ്ത് വരുമ്പോഴാണ് റാമ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറയുക. കാരണം മാം ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഒരു 6 ഫീറ്റെങ്കിലും റാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്ന് അത്രയും സ്ലോപ്പായി താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. ആ ഇറക്കത്തിനുള്ള സ്പേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണലി കാണണം. കാരണം അത്രയും താഴത്തേക്ക് ഇറങ്ങി തിരിച്ച് കയറാനുള്ളതാണ് വണ്ടി. അതും കൂടി അഡീഷണലി കണ്ടിട്ട് വേണ്ടി വരും ഇത്രയും ഏരിയ ചെയ്യാൻ. ദെൻ ഈ ചെയ്യുന്ന അത്രയും ഏരിയ കോൺക്രീറ്റിൽ വേണ്ടി വരും ഇതിന്റെ വാൾസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടി ഒരു കോസ്റ്റും അഡീഷണലി നമ്മൾ കാണണം. അത് ആക്ച്വലി ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു, ചിലപ്പോൾ ഒരു കാർ നിർത്താൻ വേണ്ടി ഫോട്ടോ വെച്ച് പോലത്തെ സ്ഥലത്ത് അത് വേണമെന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ആർക്കിടെക്ട്സ് അതിനെ കുറിച്ച് കൃത്യമായി സ്റ്റഡീഡ് ആണെങ്കിൽ അത് ഇഷ്യൂ ഉണ്ടാവില്ല, അവരത് ക്ലിയർ ചെയ്തോളും. എന്റെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം ഇതാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം സോയിൽ ടെസ്റ്റ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? അതായത് അവിടെ വാട്ടർ ടേബിൾ എവിടെയാന്ന് അറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതായത് വെള്ളം പൊന്തുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ബേസ്മെന്റ് സജസ്റ്റ് ചെയ്യാറില്ല. വെള്ളം പൊന്തുന്ന സ്ഥലങ്ങളിൽ ബേസ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ആ വർക്കും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും നമ്മൾ ഡിഗ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം വരാൻ ചാൻസസ് ഉണ്ട്. ആ വെള്ളം പിന്നീട് പമ്പയില് കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരും. പിന്നീട് ഫ്യൂച്ചറിലും അത് ബുദ്ധിമുട്ടായി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് ഒരു കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് നമ്മൾ എന്താണ് ആർക്കിടെക്ടിനോട് ആവശ്യപ്പെടേണ്ടത്? അതായത് അവരോട് അതിന്റെ വാട്ടർ ലെവലിനെ കുറിച്ച് കൃത്യമായി സ്റ്റഡി ചെയ്യാൻ പറയാം. ഗ്രൗണ്ട് വാട്ടർ ലെവലിനെ കുറിച്ച് കൃത്യമായി സ്റ്റഡി ചെയ്യാൻ പറയാം. ഗ്രൗണ്ട് വാട്ടർ ലെവൽ എവിടെയാണ് നിൽക്കുന്നത്, എത്രത്തോളം അവിടെ ഡിഗ് ചെയ്യാൻ പറ്റുന്നുള്ള സ്റ്റഡി ചെയ്യുക. പിന്നെ മഴ പെയ്യുന്ന സമയത്തും ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയരുന്ന സ്ഥലമാണോ എന്നുള്ളത് കൃത്യമായി നോക്കാൻ പറയാം. കാരണം നല്ല മഴയുള്ള സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർന്നാലും ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസും അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തിനുള്ള ഒരു പ്രശ്നം അതാണ്. കൊച്ചിയിൽ എപ്പോഴും ഗ്രൗണ്ട് വാട്ടറിൽ വലിയ ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്ത്. അപ്പൊ ആ വെള്ളം വല്ലാതെ ഉയരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബേസ്മെന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട്. ആ റിസ്കുകൾ കൃത്യമായി സ്റ്റഡി ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ ഇത് ബേസ്മെന്റ് സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കോസ്റ്റ്ലി ആയിട്ടുള്ള അഫെയർ ആണ്. നമ്മൾ നോർമൽ ഒരു പിന്നെ ഗ്രൗണ്ടിന്റെ മുകളിലേക്ക് വീട് വെക്കുന്ന പോലെയല്ല ബേസ്മെന്റ്സിലേക്ക് വർക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്ലോർസും വാൾസും നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചെയ്യണം. അപ്പൊ അത് കുറച്ച് കോസ്റ്റും ആണ്. ആ കോസ്റ്റ് കൂടി കൺസിഡർ ചെയ്യാന്നുള്ളത് മാത്രം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, അടുത്തത് രഞ്ജിത്ത് KR ആണ്. രഞ്ജിത്ത് സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹലോ. ഹായ് സാർ, പറയൂ സാർ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സാറേ, ഇപ്പൊ എന്റെ വീടിന്റെ ഒരു ഇത് നടക്കുവാണ്. മീൻസ് നമുക്കൊരു ഫൗണ്ടേഷൻ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ. അപ്പൊ നമുക്കൊരു 2 അടിയോളം താഴ്ചയുണ്ട് സാറേ. നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെങ്കിന്റെ മട്ടിക്കല്ലുള്ള ലെവലാണ്. അത്യാവശ്യം ഉറപ്പുള്ള ഭൂമിയാണ്, മണ്ണാണ്. അപ്പൊ നമുക്ക് നീറ്റാച്ച് വന്നിട്ട് 2 അടിയോളം, പിന്നെ ചിലയിടത്ത് ഒരു 1.5 ലെവലിൽ നിന്ന് അവര് മാറണ്ടാത്തിയിട്ട് കല്ലിട്ടിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് നിലവില്. അപ്പൊ അത് ഓക്കെയാണ് സാറേ. അപ്പൊ അടുത്ത ലെവലിൽ എന്ന് വെച്ചാൽ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് വുഡ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, UPVC ഉണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിട്ട്? ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതൊക്കെ ഡിപ്പെൻസ് ആണ്. 2000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ കോസ്റ്റിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പിന്നെ മെറ്റൽ ഫ്രെയിംസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇരുമ്പിന്റെ ഫ്രെയിംസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇരുമ്പിന്റെ ഫ്രെയിംസിന് അതിന്റെ നെഗറ്റീവ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വുഡിലേക്ക് പോകുന്നതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരിക, ഈവൻ UPVC-നേക്കാൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരിക മെറ്റൽ ഫ്രെയിംസ് ആയിരിക്കും. മെറ്റൽ ഫ്രെയിംസിൽ നിങ്ങൾക്ക് അത് ഫ്രെയിംസ് മാത്രമായിരിക്കും മെറ്റലിൽ വരുന്നുണ്ടാവുക. അതിന്റെ ഷട്ടേഴ്സ്, ഡോസ് വുഡിലോ അലുമിനിയത്തിലോ UPVC-യിലോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നീടുണ്ട്. അത് ചെയ്യാം. പിന്നെ ഡോസിലാണെന്നുണ്ടെങ്കിൽ വുഡൻ ഡോസ് പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ WPC ഡോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പാനൽ ഡോസ്, പ്രീ കാസ്റ്റിംഗ് ഡോസ്, ഒരുപാട് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് മെറ്റലിന്റെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ വുഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോലുള്ള ഈ ടെർമൈറ്റ് ഇഷ്യൂസ്
അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിനൊക്കെ ഒന്നുകൂടി സേഫ് ആയിട്ടുണ്ടാവുക മെറ്റലാണ്. ബട്ട് മെറ്റലിലുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ വെക്കുന്നതിന് മുന്നേ ഇന്റേണലിയും എക്സ്റ്റേണലിയും പ്രോപ്പറായിട്ട് എപ്പോക്സി ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജോയിൻസ് വരുന്ന കോർണേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഫ്രെയിമിന്റെ ഈ കോർണർ അവിടെയാണ് അതിന്റെ റെസ്റ്റ് വരിക. കാരണം അവിടെയാണ് വെൽഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ശരിക്കും മെറ്റൽ ഫ്രെയിംസ് യൂസ് ചെയ്യുമ്പോഴും GI പോലുള്ള ഷീറ്റ്സ് ആണ് ടാറ്റേന്റെ GI ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ടാറ്റ GI എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ജോയിൻസ് ചെയ്യുന്ന പോർഷനിൽ, വെൽഡ് ചെയ്യുന്ന പോർഷൻസിൽ നമ്മൾ നോർമൽ റാഡ്സ് ആണ്, വെൽഡിംഗ് റാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ വെൽഡിംഗ് റാഡ്സ് ഈ പറഞ്ഞ GIയോ അല്ലെങ്കിൽ റസ്റ്റ് കൺട്രോൾ ക്വാളിറ്റീസോ ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവിടെ പിന്നീട് റെസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ UPVC പോലുള്ള കാര്യങ്ങൾ വിൻഡോസിലേക്ക് UPVC സജസ്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ വുഡിനേക്കാൾ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് UPVC ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരിക്കലും ഭയങ്കര ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല പറയുന്നത്. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ലീഡിംഗ് ആയുള്ള ഫെനസ്റ്റ, ടോസ്റ്റം പോലുള്ള ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അവരെ കോസ്റ്റ് നമുക്ക് വുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ സിസ്റ്റം വിൻഡോസ് ആണ് കോസ്റ്റ്ലി ആയിട്ട് വരിക. പക്ഷെ അതല്ലാതെ ലോക്കൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് പ്രൊഡക്ട്സ് എടുത്ത് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് UPVC പ്രൊഡക്ഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ വൈറ്റ് കളർ മാത്രം, വൈറ്റ് ആണ് ആക്ച്വലി UPVC ഏറ്റവും കോസ്റ്റ് കുറഞ്ഞത്. വൈറ്റ് കളറിൽ വരുമ്പോൾ നിങ്ങൾക്ക് വുഡിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞു വരും. കാരണം അതിന് റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വുഡിന്റെ മുകളിലുള്ള പിന്നെ പോളിഷിങ്, അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. UPVCയിൽ ഇതെല്ലാം നമുക്ക് കുറയും. അതിന്റെ മുകളിൽ വേറെ അഡീഷണൽ കോട്ടിങ്ങോ പെയിന്റിങ്സോ വേറെ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ചിലപ്പോൾ 2, 3, 4 വർഷം കഴിയുമ്പോൾ ഡിപ്പെൻസ് ഓൺ ചെയ്ത കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ വീൽസിൽ വരുന്ന മാറ്റങ്ങൾ, ആ വീല് മാറ്റം മീൻസ് അതിന്റെ ആ സ്ലൈഡിംഗ് വീൽസിൽ മാത്രമായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ഇഷ്യൂസ് വരുന്നത്, വേറെ ഇഷ്യൂസ് വരില്ല. എന്നാണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ then wood always costly ആണ് വുഡിന് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിനായ മെയിൻ്റെനൻസും ഉണ്ട്. വുഡിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം വുഡ് സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഒരു കാര്യം പറയാം സാറേ. ഞാനപ്പോ അത് ആഞ്ഞിലാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അതായത് നല്ല മരം കിട്ടാനുണ്ട്, അതായത് വെള്ളയില്ലാത്ത നല്ല മൂത്ത മരം നമുക്ക് കിട്ടാനുണ്ട്. നമുക്കത് അവിടെ പോയിട്ട് കിട്ടാനുണ്ട്, നമുക്ക് പണിത് തരും. അത് ഞാൻ ഒരു എമൗണ്ട് ഞാൻ പറയാം. എനിക്കൊരു 1.70 നമുക്ക് ഈ ടോട്ടലി ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 1.70 നമ്മുടെ പ്ലോട്ടിൽ എത്തിക്കും. ഇല്ല, ഡോറില്ല, ഓൺലി ഫ്രെയിം ആൻഡ് വിൻഡോ, ഓൺലി ഗ്ലാസ് ഒഴികെ. വിൻഡോ മാത്രം, വിൻഡോ പാളി ഉണ്ടാവില്ല. അതെ. പിന്നെ സാർ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാനിത് ഈ സാർ പറഞ്ഞ സ്റ്റീലിന്റെ ഞാൻ പോയി കണ്ടിരുന്നു. അതായത് ഇവിടെ പെരുമ്പാവൂരാണ്. അവര് സാധാ സ്റ്റീലാണ്, അവർ ടാറ്റയുടെ ആണ് എടുക്കുന്നത്. 16 ഗേജ് ആണെന്നൊക്കെ പറഞ്ഞു, പോയി കണ്ടു. അപ്പൊ സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ഈ ഓരോ കോർണറുകളിലും വരുമ്പോൾ, വെൽഡിങ് വരുമ്പോൾ അവിടെയാണല്ലോ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നത്. അത് സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇവര് നമുക്ക് പരിക്കേണ്ട കോൺക്രീറ്റ് ഇടണം. അപ്പൊ അതിലും വെള്ളം ചെന്നിട്ടാണല്ലോ നമ്മുടെ പണിക്കാരാണ് നിറച്ച് അത് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മറ്റൊരു സൗണ്ട് ഉണ്ടാവില്ല, നമ്മൾ തട്ടുമ്പോ സൗണ്ട് അതുണ്ടാക്കും. അപ്പൊ അതിന് പകരമായിട്ട് കോൺക്രീറ്റ് അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്കത് പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും ചെറിയൊരു തുരുമ്പ് കയറും. പിന്നെ അവര് ലൈഫ് ടൈം വാറന്റിയൊക്കെ പറയുന്നുണ്ട് കാര്യം. എന്നാലും നമുക്കൊരു പേടി, നാട്ടിൽ സമ്മതിക്കുന്നേ ഇല്ല. മരം തന്നെ മതിയാവുന്നതാണ് ഓപ്ഷൻ. അതെ, നിങ്ങൾ മരം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മരം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കംപ്ലീറ്റ്ലി നമ്മൾ ചുമരുമായിട്ടുള്ള കോണ്ടാക്ട്സ് എങ്ങനെയെല്ലാം കട്ട് ചെയ്യാൻ പറ്റുമോ, അതായത് ചുമരിൽ നിന്നാണ് ചെറിയ മരത്തിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ചുമരുമായിട്ടുള്ള കോണ്ടാക്ട്സ് എങ്ങനെയെല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം കെയർ ചെയ്യുക. അല്ലെങ്കിൽ മരം വരുന്നതിനോട് ചേർന്നുള്ള ചുമരിന്റെ ഭാഗത്ത് സിമെന്റ് ബ്രിക്കോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ചെറിയ കയറാത്ത ഒരു ലെയർ അഡീഷണലി ആഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ നമുക്ക് ബിറ്റുമിൻ ഷീറ്റ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതിന്റെ ഔട്ടറിൽ ഒരു അഡീഷണൽ നമ്മൾ ഈ ചുമരുള്ള കണക്ഷൻ കട്ട് ചെയ്യാനുള്ള, അത് മാക്സിമം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമം കെയർ ചെയ്താൽ മതി. കുറെയൊക്കെ പിന്നെ ആഞ്ഞിലി ആക്ച്വലി പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മരങ്ങളിൽ, ഫ്രെയിമിന് ഏറ്റവും നല്ല മരങ്ങളിലൊന്നാണ് ആഞ്ഞിലി. അത് ആഞ്ഞിലി ആയതുകൊണ്ട് കുറച്ചുകൂടി ലൈഫ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഒരു കാര്യം സാറേ, അതിൽ UP കൊട്ടേഷൻ എടുത്തായിരുന്നു ഇവിടെ കളമശ്ശേരി നിന്നാണ്. ഈ പറഞ്ഞ പോലെ ഒരു 1.56, 1.50 റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഗ്രില്ല് ഉണ്ടാവില്ല. പക്ഷെ സാർ പറഞ്ഞ സ്ലൈഡിങ് ആകുമ്പോൾ വൈറ്റിനാണുള്ള റേപ്പർ പക്ക കാണാനും ഇൻസ്റ്റാളേഷനും എല്ലാം ഫ്രീ സുഖമാണ്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടെല്ലാം ഫിക്സ് ചെയ്താൽ മതി. പക്ഷെ ഉള്ളിൽ നമ്മളൊരു ഗ്രില്ല് കൊടുക്കണമല്ലോ, നമ്മുടെ ഒരു സേഫ്റ്റിക്ക്, നാട്ടുമ്പുറാണെങ്കിലും. അപ്പൊ ഗ്രില്ലിന്റെ ഒരു എമൗണ്ട് കൂടി വരുമ്പോൾ മൈക്രോ കെയർ വരും അല്ലേ നമുക്ക്.
അതെ, നിങ്ങളിപ്പോ 150 ഇതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60 രൂപയോളം 60 to 70 രൂപയോളം ഗ്രില്ലിനും കൂടി കൺസിഡർ ചെയ്യണം. ആ ശരിയാണ്. അപ്പൊ ആ വുഡിന്റെ അതിലേക്ക് വരും, 180 ആ റേഞ്ചിലേക്ക് വരുവാണ് സാറേ. അപ്പൊ ഇത് അതെ ഭയങ്കര അതെ കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. എന്തായാലും ഇല്ല, ഓക്കെ, നിങ്ങൾക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്തോളാം. വുഡിന്റെ താങ്ക് യു കൺസിഡർ സോ ചെയ്യണ്ട. കാരണം വുഡ് ചെയ്യുമ്പോൾ പോളിഷിങ് മച്ച്. എക്സ്ട്രാ വരും. അത് അതെ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അല്ല, വുഡ് ചെയ്യുമ്പോൾ പോളിഷിങ് അതെ അതെ എക്സ്ട്രാ അതെ വരും. അതെ അത് കാണുമ്പോൾ ഒരു ക്ലിയർ ആവും. അത് തന്നെ. പിന്നെ അതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നാട്ടിൻപുറമാകുമ്പോ ഇപ്പൊ അതെ, കാരണവന്മാരെ സംബന്ധിച്ച് അവർക്കൊക്കെ അതാണല്ലോ ഇഷ്ടം. സ്റ്റീൽ എന്ന് പറഞ്ഞ ഓക്കെ, സംഭവം നമ്മുടെ ശരി. ഇങ്ങോട്ട് വന്നില്ല, എറണാകുളത്തുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കൊന്നും ഓക്കെ ആയിട്ടില്ല. അപ്പൊ ഓടിക്കാൻ തുടങ്ങുക. ഓക്കെ, ഓക്കെ താങ്ക് യു സാർ, നടക്കട്ടെ താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ നടക്കട്ടെ ഓക്കെ നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ചോദിക്കും? കോലോന്റെ ആള് പോയി തോന്നുന്നു. ഹലോ സർ. പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ജാൻസി ജോൺ ആണ്. ഹലോ സർ, യാ, ഗുഡ് ഈവനിങ്. പറയൂ. ഗുഡ് ഈവനിങ്. പറയൂ മാം. പുതിയതായിട്ടൊരു വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അടുത്ത കാലത്ത് തുടങ്ങാനായിട്ടിരിക്കണം. അപ്പൊ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു ആർക്കിടെക്ട് കണ്ടുപിടിക്കണോ, അതേ ഒരു ബിൽഡേഴ്സിനെ കണ്ടുപിടിക്കണോ, എങ്ങനെയാ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തുടങ്ങേണ്ട എന്ന സംശയമാണ് എനിക്കുള്ളത്. ഡിപ്പെൻസ് മാമിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ്. മാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പേർപ്പസ് അനുസരിച്ചിരിക്കും അത്. ഇപ്പൊ മാം ജസ്റ്റ് ഒരു വീട് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഒരു ആർക്കിടെക്ടിന്റെ ആവശ്യം മാമിന് ആവശ്യം വരില്ല. കംപ്ലീറ്റ്ലി ഒരു എഞ്ചിനീയർ ത്രൂ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് അതിന്റെ ഒരു എസ്തെറ്റിക് പാർട്ടും കൂടി നോക്കണം. അതിൽ മാമിന് ഓരോ സ്പേസിനും മാമിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസോ വേറെ വീടിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ മാം ഇപ്പൊ കണ്ട് ശീലിച്ച അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു ആർക്കിടെക്ട് ത്രൂ തന്നെ പോകണം. കാരണം ഒരു എഞ്ചിനീയേഴ്സിന്റെ ഡയറക്ഷൻസും ഞാൻ ആർക്കിടെക്ട്സിന്റെ ചോദിച്ചതല്ല, ഡയറക്ഷൻസും തമ്മിൽ ഡിഫറെന്റ്. ഒരു ബിൽഡർ മുഖേനയാണോ ആർക്കിടെക്റ്റിലേക്ക് പോകേണ്ടത്? നമ്മൾ തന്നെ ആർക്കിടെക്ട് കണ്ടുപിടിക്കണം. അത് അഗെയിൻ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഓരോ ആർക്കിടെക്ട്സിനും അവരുടേതായ സ്റ്റൈൽസ് ഉണ്ടായിരിക്കും, അവരുടേതായുള്ള വേ ഓഫ് വർക്കിംഗ് ഉണ്ടായിരിക്കും. ദെൻ ഒരു ബിൽഡർ ത്രൂ ആർക്കിടെക്റ്റിലേക്ക് പോകുമ്പോൾ ആളൊരു ഈസി ടു ബിൽഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആർക്കിടെക്ട്സിനെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ആണ്. പിന്നെ ഒരു ബിൽഡർ ത്രൂ നിങ്ങൾ ആർക്കിടെക്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻസും ഡയറക്ട്ലി മേ ബി ആർക്കിടെക്ട്സിലേക്ക് ആയിരിക്കില്ല. അപ്പോ എപ്പോഴും ഈ ബിൽഡേഴ്സിന്റെയും ഈവൻ ഞങ്ങളുടെയും തോട്ട് പ്രോസസ്സിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ കംപ്ലീറ്റ്ലി അതിന്റെ എസ്തെറ്റിക്കും അതിന്റെ ബാക്കിയുള്ള പാർട്ടുകളെ കുറിച്ചും, ബിൽഡർ അതിന്റെ പ്രാക്ടിക്കാലിറ്റി, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം, ആ ഒരു പാർട്ടിലേക്കും ആയിരിക്കും ഫോക്കസ് മാറുന്നുണ്ടാവുക. അത് ആക്ച്വലി ഒരു രണ്ടും ഡിഫറെന്റ് ആയുള്ള വേസ് ആണ്. മാമിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടങ്ങളിൽ വളരെ സ്പെസിഫൈഡ് ആണ്, ഫോക്കസ്ഡ് ആണ്. ആ വീടിന്റെ ഭംഗി, എസ്തെറ്റിക് അതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഫസ്റ്റ് മാം ഒരു ആർക്കിടെക്ടിനെ മീറ്റ് ചെയ്ത് മാമിന്റെ ഇഷ്ടങ്ങളിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. ദെൻ ആ പ്ലാൻ വെച്ച് ഒരു ബിൽഡറിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി എന്റെ സജഷൻ വരിക. ഇപ്പൊ നമ്മളൊരു ടേൺ കീ കൊടുക്കുകയും അല്ലാതെ ഒരു ലേബർ കോൺട്രാക്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഒരു 10 to 15% വരെ മാമിന് എക്സ്പെക്ട് ചെയ്യാം, ഡിപ്പെൻസ് പ്രൊജക്ട് വരെ അനുസരിച്ച്. അപ്പൊ ഞാനത് എനിക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഇതില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ കോട്ടയം എറണാകുളം ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. അപ്പൊ ദൂരെയുള്ളവരൊക്കെ ആവുമ്പോ അവർക്ക് അത് കൂടുതൽ ഇത് വരുമോ? ആർക്കിടെക്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ദൂരെയുള്ളവരാകുമ്പോൾ മാമിന് എന്താ വെച്ചാൽ കോസ്റ്റ് എന്തായാലും കൂടെ ചെയ്യുള്ളൂ. മാം കോസ്റ്റിനെ കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരെയുള്ള ആളുകളെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവരവിടെ വന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും, അവർക്ക് അതിന്റെ ആഡ് ഓൺ കോസ്റ്റ് വരും, അവരുടെ ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ചില ആർക്കിടെക്ചർ തന്നെ ബിൽഡ് ചെയ്യുന്നൊരു പാർട്ടും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെയ്യുന്നതല്ല, പക്ഷെ ചില മാമിന് ഇഷ്ടപ്പെട്ട ആർക്കിടെക്ട്സ് ഉണ്ടെങ്കിൽ അവരോട് തന്നെ ബിൽഡ് ചെയ്ത് തരാൻ പറ്റുമോ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചും കൂടി അവർ ത്രൂ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം കൊട്ടേഷൻസ് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളോട് ചോദിക്കുക, സംസാരിക്കുക, മാമിന്റെ ആവശ്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്യും, അതാണ് അതിൽ ഏറ്റവും നല്ലത്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ്. പിന്നെ ഒരു ആർക്കിടെക്റ്റിലേക്ക് പോകുമ്പോൾ കൃത്യമായ കോസ്റ്റിംഗ് പറയുക, ഇതാണ് എന്റെ ബഡ്ജറ്റ്, ഇതിന്റെ മുകളിലേക്ക് എക്സീഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൃത്യമായി പറയുക. കാരണം രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പോലും വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഒന്ന്, നമ്മൾ അതിന്റെ ഡിസൈനിലും സ്റ്റൈൽസിലും അതിന്റെ ഇൻട്രസ്റ്റുകളിലേക്ക് വർക്ക് ചെയ്യും. അപ്പോൾ കോസ്റ്റ് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവില്ല. പക്ഷെ പിന്നീട് കോസ്റ്റിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് നമ്മൾ പിന്നെ കോസ്റ്റിനെ മാത്രം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ
മാമിന്റെ ലിമിറ്റ്സ് എന്താന്നുള്ളത് കൃത്യമായി പറയുക. ആ ലിമിറ്റ്സിൽ നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് തരിക. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിഷാദ് റഹീന. നിഷാദ് റഹീന അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് സംബന്ധിച്ച് ആദ്യമേ പറയുണ്ടായി, എന്ന് വെച്ചാൽ കൂടുതലും മഴയും ഈ ചൂടുമാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിന് നമുക്ക് കണക്ട് ചെയ്യുമ്പം ഇപ്പോൾ സാറൊക്കെ ചെയ്യുന്ന പ്രധാനമായിട്ടും അത് ഇപ്പം ചൂടിനെയും അതുപോലെ മഴയും അതിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ ഇപ്പം കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്താണ്. അപ്പോൾ അവിടെ കോളം ഫുഡ് നമ്മുടെ ഒരു ഇപ്പം ഞാനിപ്പോൾ ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കോളം ഫൂട്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഒരു 1 മീറ്റർ ഡെപ്താണ് ഞാൻ പല ബിൽഡേഴ്സിനെയും സമീപിച്ചപ്പോൾ എല്ലാവരും അവരുടെ ഒരു സാധാരണ രീതിയിൽ പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് താഴെ എത്രയാണോ അതിൻ്റെ ഒരു ഉറപ്പ് വരുന്നത് അവിടം വരെ കൊടുക്കണമല്ലോ. അപ്പോൾ ആ കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഈ ബീം നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ, അതുപോലെ ഏത് തരത്തിലാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊള്ളാം. ഒരു 1800 സ്ക്വയർ ഫീറ്റിനടുത്ത് ഒരു ഫൈനലായില്ല, അതിന്റെ ഒരു ഡിസ്കഷനിലാണ്. ഓക്കെ, നിഷാദ് സാർ, ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാമല്ലോ അല്ലെ? ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ മേ ബി നിങ്ങൾക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല. ഞാനൊരു ജസ്റ്റ് ഒരു പ്രൊജക്ട് ഷെയർ ചെയ്യാം. ചിലപ്പോ മേ ബി കണക്ട് ആവുമായിരിക്കും, പക്ഷെ ഞാൻ ഈ പോയിന്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പ്രൊജക്ട് ഷെയർ ചെയ്യുന്നത്. ഈ പ്രൊജക്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾ ചെയ്ത വീടാണ്, പക്ഷെ ഇതെന്റെ ഒരു പേഴ്സണൽ വീടാണ്. അതിൻ്റെതായുള്ള ഒരു കുറെ സ്ട്രീം കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഈ വീട് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആവുന്നു. ഞങ്ങൾ ഇതുവരെ അതിൽ AC യൂസ് ചെയ്തിട്ടില്ല, AC-നെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഒരു 12 മണിക്ക് ശേഷം അവിടെ വിത്ത് ബ്ലാങ്കറ്റ്സ് അല്ലാതെ നമുക്ക് ഉറങ്ങാനും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം അത്രയും തണുപ്പാണ് ആ വീട്ടില്. ഇതിൽ നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള കൃത്യമായി മെൻഷൻ ചെയ്യാം. ഒന്ന്, ചുമരിൽ നമ്മൾ കംപ്ലീറ്റ്ലി മഡ് ബ്ലോക്സ് ആണ്, അഥവാ കുരുടീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇന്റേണലി പിന്നെ അതിൽ എയർ ഫ്ലോസ് ഉണ്ട്. ആ ഇന്റേണലി എയർ ഫ്ലോസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചൂട് കുറയ്ക്കാൻ പറ്റും. ദെൻ ഇതില് പുട്ടി പോലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം പുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ് ആണ്, ഇതെല്ലാം നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് തീരുമാനങ്ങൾ എടുക്കാം. പുട്ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചുമരിന്റെ മുകളിൽ അഡീഷണൽ സ്കിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ചുമരിന്റെ ബ്രീത്തിങ് കപ്പാസിറ്റി കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും. ആക്ച്വലി നമ്മുടെ ചുമരുകൾ ബ്രീത്തബിൾ ആയിട്ടുള്ള ചുമരുകളാണെങ്കിൽ ചൂട് കുറെ കൺട്രോൾഡ് ആവും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വിൻഡോസിന്റെ പൊസിഷനിങ് എന്നുള്ളതാണ് വേറൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ക്രോസ് വെന്റിലേഷൻസ് എന്ന് പറയും. ക്രോസ് വെന്റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പടിഞ്ഞാറും തെക്കുന്നുമാണ് കാറ്റ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അത് നോർത്തിലൂടെയും ഈസ്റ്റിലൂടെയും പോവാനുള്ള പൊസിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ക്രോസ് വെന്റിലേഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ ഉള്ളിലൂടെ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചാൽ, അഗൈൻ അതൊരു വലിയ പോയിന്റ് ആണ്. നമ്മളെല്ലാവരും വിൻഡോ വെക്കാറുണ്ടെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ പടിഞ്ഞാറുന്നൊരു ഈ കാറ്റ് ഉള്ളോട്ട് കയറി നോർത്തിലൂടെയോ അഥവാ വടക്കിലൂടെയോ കിഴക്കിലൂടെയോ പുറത്തേക്ക് പോകാനുള്ള സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഹോട്ട് എയർ കുറവായിരിക്കും. ഹോട്ട് എയറിന്റെ അതായത് ഹോട്ട് എയർ വെളിയിൽ പോയി തണുത്ത എയർ അഥവാ പുറത്തുള്ള ടെമ്പറേച്ചർ വീടിന്റെ ഉള്ളിൽ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടിന്റെ ഉള്ളിൽ ചൂട് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ ഈ വീട്ടിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി മഡാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ചുമരിൽ മഡാ വരുന്നത്, റൂഫിൽ മഡാ വരുന്നത്. ഇങ്ങനത്തെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എഗൈൻ അത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയ ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം, എനിക്കത് വേറെ രീതിയിൽ കാണാം എന്നുള്ളതാണ്. കാരണം മഡ് വരുന്നതും കോൺക്രീറ്റ് വരുന്നതിനുള്ള ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഡ് എന്ന സംഭവം ഡയറക്ട്ലി ചൂട് ഏൽക്കുമ്പോൾ, അതായത് സൺലൈറ്റ് വരുമ്പോൾ മാത്രം ചൂടാവുകയും സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സിൽ അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ കോൺക്രീറ്റ് ചൂടായി കഴിഞ്ഞാൽ തണുക്കാൻ ഇറ്റ്സ് ടേക്ക് ഓൾമോസ്റ്റ് 6 to 7 hours.
അത്രയും ടൈം അതിന്റെ ചൂട് നമ്മളെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അത് കാരണം ആ ഒരു ചൂട് നമുക്ക് വേണമെങ്കിൽ മഡ് പോലുള്ള മെറ്റീരിയൽസ്, റൂഫ് ടൈൽസ്, ഇപ്പൊ പറഞ്ഞ മാതിരി കേരള റൂഫ് ടൈൽസ് പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർ കോസ്റ്റ് വെന്റിലേഷൻ കൊടുക്കുക, ചൂട് ഉള്ളു. പിന്നെ വീട് പ്ലാൻ ചെയ്യുമ്പോഴതാണ്, നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം സൗത്തിലേക്കും വെസ്റ്റിലേക്കും റൂംസ് യൂസ് ചെയ്യുക. അഥവാ നൈറ്റ് യൂസ് ചെയ്യുന്ന പോർഷൻസ് സൗത്തിലേക്കും വെസ്റ്റിലേക്കും ആയിട്ടും, മോർണിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഏരിയാസ്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ പോലുള്ള കാര്യങ്ങൾ ഈസ്റ്റിലേക്കായി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗത്തെ, അതായത് നമുക്ക് നമ്മളെ കേരളത്തിലെ കണ്ടീഷൻസ് എപ്പോഴും ചൂട് കൂടുതലുള്ള സമയം ഒരു ആഫ്റ്റർ 2 ആണ്. 2 മണി തൊട്ട് 5-5:30 വരെയുള്ള വെയിലിനാണ് ചൂട് കൂടുതലുള്ളത്. ആ ചൂട് നമ്മളെ കോമൺ ഏരിയാസിലേക്ക്, അഥവാ ലിവിങ്, ഡൈനിങ് പോലുള്ള മോർണിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസിലേക്ക് വരാതെയും രാത്രി ഒരു 10 മണിക്ക് ശേഷം തണുക്കുന്ന സമയത്ത് നമുക്ക് ബെഡ്റൂംസ് യൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പാർട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറെ ഉണ്ട് ആ പാർട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി. പക്ഷെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മളത് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണെന്ന് മാത്രം. ഓക്കെ സർ. ഓഫ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ആക്കിയതാണ്. ഞാൻ ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഓപ്പൺ ചെയ്തത്. ആൾക്ക് പോയിന്റ് കിട്ടിയാണല്ലോ. ഓക്കെ സാറേ, അതേപോലെ ഞാൻ കൊണ്ട് വേറെയും ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് സീത ശശി ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. സർ മിഥുൻ സർ ഒന്ന് വീഡിയോയും ഓൺ ചെയ്താൽ നന്നായിരുന്നു. എന്റെ വീഡിയോ കട്ടായിണ്ടോ? ഓക്കെ ഷുവർ. ഓക്കെ ഷുവർ. സീത ശശി ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹലോ സീത ശശി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാം. അതെ, ഞങ്ങള് അടുത്ത മാസത്തോടുകൂടി വീട് പണിയാനിരിക്കുകയാണ്. ഇപ്പൊ ഉള്ള വീട് പൊളിച്ചു പണിയണേണ്. അപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള, മക്കൾക്ക് UPVCയുടെ അല്ലെങ്കിൽ സിസ്റ്റം വിൻഡോസ് വെക്കണമെന്ന് ഉള്ളൊരു നിർബന്ധം പറയുന്നുണ്ട്. അപ്പൊ ഗ്രില്ല് വേണ്ടാന്നുള്ളതാണ് അവര് പറയുന്നത്. അപ്പൊ അതിന് നമ്മ എത്ര ടഫ് ആൻഡ് ഗ്ലാസ്, എത്ര MM വെക്കണം, അങ്ങനെ വല്ലതുണ്ടോ? പിന്നെ അതിന് വല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ഗ്രില്ല് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റം വല്ലതും ഉണ്ടോ? അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മാം പറഞ്ഞ ക്വസ്റ്റ്യന് ആക്ച്വലി നമുക്ക് ടഫ് ആൻഡ് ഗ്ലാസ് ചെയ്യാം. ടഫ് ആൻഡ് ഗ്ലാസ് ചെയ്യുമ്പോൾ 8 mm തൊട്ട് 6 mm തൊട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. നോർമലി വലിയ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ 8 to 10 mm വരെ പോകും. 10 mm ഒക്കെ നോർമലി വലിയ വിൻഡോസിന് വേണ്ടി യൂസ് ചെയ്യാം. 2.10 പറഞ്ഞേക്കണേ. 2.10 ആകുമ്പോൾ 10 mm വിൻഡോസ് 10 മതി ശരിക്കും. 10 ഇനഫ് ആണ്. 8-ലായാലും ഓക്കെ ആണത്. പക്ഷെ അതിലുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടഫ് ആൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ദെൻ അതിനേക്കാൾ കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടി സേഫ്റ്റി വേണമെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അഥവാ സാൻഡ്വിച്ച് നല്ല വ്യത്യാസം ഉണ്ടാവോ? നല്ല കോസ്റ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ ടഫ് ആൻഡ് ഗ്ലാസ് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. പൊട്ടൊന്നുമില്ല, ഞങ്ങളും ടഫ് ആൻഡ് ഗ്ലാസസ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ മാം അത്ര കൺസേൺഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ലാമിനേറ്റഡ് പോലുള്ള ഗ്ലാസ്സിലേക്ക് പോവുക. ഇപ്പോ ഈ ഗ്രിൽസില് ലിമിറ്റേഷൻ ഉണ്ട്. സ്ലൈഡബിൾ ഗ്രിൽസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് പോർഷൻസ് എങ്കിലും അത് ഓപ്പൺ ആയി, അതായത് ഗ്രില്ല് വിസിബിൾ ആവും. കംപ്ലീറ്റ്ലി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസ് വേണമെന്നുള്ളതായിരിക്കും മക്കൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഓപ്പൺ വിൻഡോസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാം വിത്തൗട്ട് ഗ്രില്ല് പോകുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ ഈ ടഫ് ആൻഡ് ഗ്ലാസസിനും അതിൻ്റെതായുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഒരാൾ അതിനെക്കുറിച്ച് കൃത്യമായ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ബ്രേക്ക് ചെയ്യാന്ന് അറിയുന്ന ആൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒരുവിധം സെക്യൂരിറ്റി ഒക്കെ അതിന്റെ വരും. പിന്നെ CCTV പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അതൊക്കെ വെച്ച് നമുക്ക് സെക്യൂരിറ്റി മാനേജ് ചെയ്യാവുന്നുള്ളൂ. അതായിരിക്കും നല്ലത്. അതെ, നമ്മൾക്ക് പേടി, മക്കൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാനിപ്പോ ഇതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്റെ അഭിപ്രായം. കാരണം ഞങ്ങൾ ഈ ഗ്രില്ലിലേക്ക് വേണ്ടെന്ന് പറയുന്ന ആളുകൾ, അതുകൊണ്ടാണ് ഗ്രില്ല് വേണമെന്ന് പറയുന്നത്. ഗ്രില്ല് വേണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളെ പ്രൊജക്ട്സിൽ കൂടുതൽ ഗ്രില്ല്, കാരണം അത് അതിന്റെ എസ്തെറ്റിക് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പൺനെസ് വേണം. ഗ്രില്ലില്ലാതെ നമ്മളെ ആ വിസിബിലിറ്റി, പുറത്തേക്കുള്ള കാഴ്ചകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും ഗ്രില്ല്
നോക്കിയിട്ടാണ് നമ്മൾ ക്ലയൻസിനോട് സജസ്റ്റ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ മാമിയുടെ ഗ്രില്ല് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് അതിന് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിക്ക് ശരി. ഇതൊരു പേടിയായിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി ഇല്ല, മറ്റുള്ളവർ ഓൾമോസ്റ്റ് ടഫ് ആൻഡ് അത്ര ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ബ്രേക്ക് ചെയ്യാൻ അതിൻ്റെതായുള്ള ഒരു കുറച്ച് അതിനെ കുറിച്ച് അറിവുള്ള ആൾക്കേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2:10 8mm എന്നാണ് ഇവര് പറഞ്ഞത്. 8 മതി, ശരിക്കും 8 മതി. 10 8 മതി. 10 ഈവൻ 8 ആണെങ്കിൽ 10 ആണെന്നുണ്ടെങ്കിലും അത് പൊട്ടിക്കാനുള്ള അതിനുള്ള ഇതൊക്കെ സെയിം തന്നെയാ. 8 കൂട്ടണ 10 കൂട്ടണൊക്കെ ഒരേ ഇതിൽ തന്നെ നമുക്ക് പണിയെ പൊട്ടിക്കാം. കനം കൂടുന്നതുകൊണ്ട് അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ വല്ലാതെ ഹൈറ്റ് കൂടുമ്പോൾ മാത്രമാണ് 8ന്റെ മുകളിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ഗ്ലാസിന് ചെറിയൊരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ ഒഴിവാക്കാനാണ് തിക്നെസ് കൂട്ടുന്നത്. നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോകണം. കുറച്ചധികം സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഷിനോയി, എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. പ്രസീത ഷിനോയി, ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സാർ നമസ്കാരം. ഞങ്ങളൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഇവിടെ മണലേരിയാണ്. അപ്പൊ ഫൗണ്ടേഷൻ നമുക്ക് കോളം അല്ലെങ്കിൽ കരിങ്കല്ല് ഏതായിരിക്കും നല്ലതുണ്ടാവുക? അത് അവര് പരിശോധിച്ചിട്ട് പറയുമായിരിക്കൂലേ? ഇതിലിപ്പോ ശരിക്കും ടെക്നിക്കലി അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോയിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. മേ ബി 10,000 റുപ്പീസോളം കോസ്റ്റ് വരും സോയിൽ ടെസ്റ്റ് ചെയ്യാൻ. 10,000 മേ ബി ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു 10 രൂപ 10,000 രൂപ കണ്ടുവരും സോയിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റീപ്ലൈ കിട്ടും. കോളമാണെങ്കിലേ ഇപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്തിട്ട് സാധാരണ നോർമൽ ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ കുറച്ച് നാൾ ഇങ്ങനെ ഇടണം എന്ന് ഒരു നാട്ടിലൊരു കോളത്തിൽ സെറ്റിൽമെന്റ് ഇഷ്യൂസ് വരുന്നില്ല. കാരണം അതിന്റെ ഫൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടില്ല. നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന പോലെ സെറ്റിൽമെന്റ് ഇഷ്യൂസ് ഒന്നും കോളത്തിൽ വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഒറ്റ സ്ട്രക്ചറിൽ വർക്ക് പോവാം. കരിങ്കല്ലാണെങ്കിൽ അങ്ങനെ എത്ര നാള് സെറ്റിൽമെന്റ് വേണം? ഇല്ല, കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ബെൽറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഈ ബെൽറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ സെറ്റിൽമെന്റിന്റെ കുറെ കാര്യങ്ങൾ അതിൽ പോയി. ഇനിയിപ്പോ ഈവൻ ചെറിയ സെറ്റിൽമെന്റ് വന്നാലും സ്ട്രക്ചറിലേക്ക് അത് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് സപ്പോർട്ട് ചെയ്യും. കാരണം ബെൽറ്റിൽ അത് സപ്പോർട്ട് കിട്ടി ബെൽറ്റ് നിൽക്കും, അത് നിർത്തും. പിന്നെ നമ്മളെ നാട്ടിൽ തരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അറിയില്ല, മണലിട്ട് തരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് മണലിട്ട് വെള്ളടിച്ച് തരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സ്ട്രോങ് ആവും കരിങ്കല്ല്. അതിനുശേഷം ബെൽറ്റ് ഇട്ടാൽ മതി. കാരണം ബെൽറ്റ് ഹോൾഡ് ചെയ്യും. ചെറിയ സെറ്റിൽമെന്റ്സ് ഒക്കെ ബെൽറ്റ് തന്നെ ഹോൾഡ് ചെയ്യും. ഈ ചുവരുണ്ടാക്കുമ്പോഴേ ഈ കുരുടീസ് അല്ലെങ്കിൽ അങ്ങനെ ഹോളോ ആയിട്ടുള്ളതാണോ നമ്മളതോ ഇഷ്ടിക ഏതാണ് കുറച്ച് ഈ സ്ട്രെങ്ത് എങ്ങനെയാണ് ഈ കുരുടീസിന്? കുരുടീസ് ചെയ്യുന്ന സമയത്ത് കുരുടീസിൽ നമുക്ക് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള കുരുടീസ് വരുന്നുണ്ട്. അതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഒരു കല്ലിന് 100 റുപ്പീസ് 120 റുപ്പീസ് ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള കുരുടീസിന്. അതല്ലെങ്കിൽ പിന്നെ ലോഡ് എടുക്കാൻ നല്ലത് കുരുടീസിനേക്കാൾ നല്ലത് റെഡ് ബ്രിക്ക് ആണ്. നമ്മൾ കുരുടീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കോളംസ് ഒക്കെ പ്രോപ്പർ ആയിട്ട്, അതായത് നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള കോളംസും പില്ലേഴ്സും ഒക്കെ വെച്ച് ബീംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുരുടീസിൽ വാള് ചെയ്യാം. അതല്ലാതെ ഡയറക്ട്ലി കുരുടീസിലേക്ക് ലോഡ് കൊടുക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അടുത്തത് അഞ്ജലി സെൽവരാജ്. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ, ഞങ്ങളുടെ വീട് ഇപ്പോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ വരെയായി. അപ്പോ അതൊരു നാരോ വിട്ടുള്ള ഹൗസ് ആണ്. അപ്പൊ അതിന്റെ വിൻഡോ പ്ലേസ്മെന്റിനെ കുറിച്ച് പറയാം. ഹലോ, സൈഡിൽ അധികം വിൻഡോ കൊടുക്കരുതെന്ന് ആർക്കിടെക്ചർ പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഏത് സൈഡിലാണ് വിൻഡോ കൊടുക്കരുത് പറഞ്ഞത്? സൗത്ത് സൈഡിൽ വിൻഡോ കൊടുക്കരുത് എന്നല്ല അല്ലേ? അധികം കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അതിന് റീസൺ എന്താ പറഞ്ഞിരുന്നു ആള്? സൗത്ത് സൈഡിൽ അധികം വിൻഡോ കൊടുക്കാതിരിക്കാൻ കാരണം വാസ്തുപരമായിട്ടുള്ള റീസൺസ് ആണോ അതോ വേറെ എന്തെങ്കിലും റീസൺസ് ആണോ? ചൂടിന്റെ ഇഷ്യൂസാ പറഞ്ഞത്. അതായത് സൗത്ത് സൈഡിലുള്ള വിൻഡോന്റെ ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളെ നാട്ടിലത്തെ ചൂട് ഒരു 2 മണി തൊട്ടാണ് നമ്മളെ നാട്ടിൽ വെയിലിന് ഏറ്റവും ചൂട് കൂടുക. 2 മണി തൊട്ട് 5:30 വരെയുള്ള വെയിലിനാണ് ചൂട് കൂടുതൽ വരിക, അഥവാ 4-4:30 വരെയുള്ള. ആ വെയിൽ കൂടുതലായിട്ട് അടിക്കുക ഈ സൗത്ത് സൈഡിലുള്ള വിൻഡോയിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിലുള്ള വേറൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കാറ്റ് വരുന്നതും നമുക്ക് സൗത്ത് നിന്നും വെസ്റ്റ് നിന്നുമാണ് നമ്മുടെ നാട്ടിലെ കാറ്റ് വരുന്നതും.
അപ്പോ അത് മേ ബി ആർക്കിടെക്ടിനോട് തന്നെ എന്തുകൊണ്ടാണ് വിൻഡോ കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ചോദിക്കുന്നത്. കാരണം നമുക്ക് കാറ്റ് വരണം നിർബന്ധമായിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറുന്നും തെക്കുന്നുമാണ് നമ്മുടെ നാട്ടിലെ കാറ്റിന്റെ ഫ്ലോ ഉള്ളത്. അതേപോലെ പടിഞ്ഞാറ്റത്തും തെക്കത്തും വിൻഡോ കൂടെയാണ് ഏറ്റവും കൂടുതൽ വെയിലിന്റെ ചൂട് ഉള്ളോട്ട് കയറി വരിക. അപ്പൊ അത് നമ്മൾ ഡിസൈനിനനുസരിച്ചാണത്. ഡിസൈൻ അനുസരിച്ച് ആ വിൻഡോന്റെ ആവശ്യങ്ങളും അനുസരിച്ച് നമുക്കത് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. സൗത്ത് സൈഡിലുള്ള വിൻഡോയുടെ ചൂട് വരും. അത് ആള് പറഞ്ഞ കറക്റ്റ് ആണ്. സൗത്ത് സൈഡിലെ വിൻഡോയിലൂടെ ചൂട് കൂടുതലായിട്ട് വരും ഉള്ളോട്ട്. കാരണം വൈകുന്നേരത്തെ ചൂടിനാണ് പിന്നെ ചൂട് കൂടുക, വെയിലിനാണ് ചൂട് കൂടുക. അപ്പൊ ഈ സ്റ്റെയറിന്റെ ലാൻഡിങ്ങിലൊക്കെ വെന്റിലേഷൻ കൃത്യമായിട്ട് കിട്ടും അവിടെ വിൻഡോ കൊടുത്തിട്ടില്ലെങ്കിൽ? അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ശരിക്ക് മാം ആർക്കിടെക്റ്റുമായിട്ട് കൂടുതൽ ആരാണോ ചെയ്യുന്ന ആർക്കിടെക്റ്റുമായിട്ട് കൂടുതൽ സംസാരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം നമുക്ക് കാറ്റും വെളിച്ചും വരുന്ന രീതിയിൽ എന്നാൽ ചൂട് കുറയുന്ന രീതിയിലേക്ക് എങ്ങനെ വിൻഡോ പ്ലേസ് ചെയ്യാന്നുള്ളത് ആ പ്ലാനിനനുസരിച്ചും ഡിസൈനിനനുസരിച്ചാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി സൗത്ത് സൈഡത്തെ വിൻഡോസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വെളിച്ചത്തിനെയും വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന കാറ്റിനെയും കൂടി എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതൊന്ന് ആ രീതിയിൽ തന്നെ സംസാരിച്ചു നോക്കൂ. കാരണം ഇപ്പൊ ഈ കന്നിമൂലകളിലൊക്കെ ബെഡ്റൂമിൽ സൗത്ത് സൈഡ് വിൻഡോ ഇല്ലാതെ എങ്ങനെ വർക്ക് ആവും എന്ന് എനിക്കറിയില്ല. കാരണം അത് ചിലപ്പോ മേ ബി ആ ഡിസൈനിനനുസരിച്ച് അത് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ കൃത്യമായിട്ടുള്ള വെളിച്ചത്തിനും കാറ്റിനുള്ള വേറെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ, വിൻഡോ പ്ലേസിംഗ് ഉണ്ടെങ്കിൽ സൗത്ത് സൈഡിൽ നിന്ന് വിൻഡോ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഇതിപ്പോ ഒരു നാരോ പ്ലോട്ട് ആയതുകൊണ്ട് അതെങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. മേ ബി അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാം. പി കെ ഷൈൻ സാർ, അടുത്തത് സാറിന്റെ ചാൻസ് ആണ്. സാറിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹലോ സാർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഈ മഡ് ബ്രിക്കിന്റെ ഇന്റർലോക്കും മഡ് ബ്രിക്കും ഇത് രണ്ടില് ഏതായിരിക്കും നല്ലത്? കോസ്റ്റ് എഫക്റ്റീവും നല്ലതും നമുക്ക് സ്ട്രെങ്തിലും കാര്യങ്ങളിലും വീട് പണിയുന്നതിന് വേണ്ടിയിട്ട്. മഡ് ബ്രിക്ക് പല രീതിയിലുള്ള മഡ് ബ്രിക്സ് വരുന്നുണ്ട് നമുക്ക്. ഒന്ന് നമ്മളെ പ്രോപ്പർ ഇഷ്ടിക എന്ന് പറയുന്ന ചുടുകട്ട, പിന്നെ ഇന്റർലോക്ക് എന്ന് പറയുന്ന കംപ്രസർ ബ്രിക്ക് അല്ലേ? കംപ്രസർ ബ്രിക്ക് അല്ലേ ചോദിച്ചത്? കംപ്രസർ ബ്രിക്ക് വിത്ത് സിമെന്റ് വരുന്നുണ്ട്, വിത്തൗട്ട് സിമെന്റും വരുന്നുണ്ട്. വിത്ത് സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് സിമെന്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ റേഷ്യോ വരുന്നത്. അങ്ങനെയാണ് അത്യാവശ്യം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇന്റർലോക്ക്. ബട്ട് കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഏത് ബ്രിക്ക് ചൂസ് ചെയ്യണോ അനുസരിച്ച്. ഇപ്പൊ നമ്മളെ മലപ്പുറം സൈഡിലൊക്കെ നമ്മളെ വെട്ടുകല്ലിന്റെ മണ്ണ് ഉപയോഗിച്ചിട്ട് കംപ്രസർ ബ്രിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് എടുക്കുന്നുണ്ട്, നല്ല ലോഡ് എടുക്കുന്ന ബ്രിക്കാണ്. പക്ഷെ അതില് വരുന്ന സിമെന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്, സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ബ്രിക്ക് അത്യാവശ്യം ലോഡ് എടുക്കുന്നതും ഇഷ്യൂസ് ഇല്ലാത്തതും. വെറും മണ്ണാണെങ്കിൽ ചുടുകട്ടയുടെ അത്ര സ്ട്രെങ്ത് കംപ്രസർ ബ്രിക്കിന് ഉണ്ടാവില്ല. കംപ്രസർ ബ്രിക്കിന്റെ സ്ട്രെങ്ത് ആണ് ചുടുകട്ടനേക്കാൾ, അഥവാ നമ്മൾ ഇഷ്ടികനേക്കാൾ കുറവാണ് വെറും മണ്ണ് മാത്രമാണെങ്കിൽ കംപ്രസർ ബ്രിക്കില്. അപ്പൊ അത് ഒന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ വോളിയം എത്രത്തോളം സ്ട്രെങ്ത് അതിൽ വരുന്നുണ്ട്, എത്ര വലിയ സ്ലാബ്സ് അതിൽ വരുന്നുണ്ട്, ഇതെടുക്കാൻ പാകത്തിനുള്ള കട്ടയാണോ, രണ്ടും അതിന്റെ ക്വാളിറ്റി, ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. അപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്രസർ ബ്രിക്ക് വിത്തൗട്ട് സിമെന്റ് ഇല്ല കംപ്രസർ ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ബെയറിംഗ് ബ്രിക്ക് ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. കാരണം അത് ഒരു ലോങ് ടൈമിൽ കണ്ടിന്യൂസ്ലി മഴയും കാര്യങ്ങളും വരുമ്പോൾ ചെറുതായിട്ട് പൊടിയുന്ന പ്രശ്നം വരുന്നുണ്ട് ആ ബ്രിക്കിന്. അത് കൺസിഡർ ചെയ്യണം. അല്ല, നമ്മളത് തേക്കുവാണെങ്കിലോ അത് പ്ലാസ്റ്ററിംഗ് ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് വലിയൊരു വീടല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഒരുപാട് ലോഡ് വരുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ആണ് മാക്സിമം. അതിന്റെ മുകളില് റൂം വരുന്നുണ്ടായിരിക്കോ? 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂം വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഈ കംപ്രസർ ബ്രിക്കില് അതിൽ സിമെന്റിന്റെ റേഷ്യോ ഒന്ന് ചോദിച്ചുകൊണ്ട്, സിമെന്റ് എത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ട് ചോദിച്ചുകൊണ്ട്, സിമെന്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്രിക്കിന് കുറച്ചുകൂടി സ്ട്രെങ്ത് വരും വെറും ബഡ് മാത്രം അല്ലെങ്കിൽ. രണ്ടാമത്തത് കോർണേഴ്സിൽ മാത്രം ചുടുകട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെയർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഡ്, അതായത് മുകളിൽ വരുന്ന സ്ലാബിന്റെ ലോഡ് ആ കോർണേഴ്സിലേക്ക് അഡ്ജസ്റ്റ് ആവും. പിന്നെ ബാക്കിയുള്ള വാളിലേക്ക് വല്ലാതെ സ്ട്രെങ്ത്തിന്റെ ഇഷ്യൂസ് വരില്ല. അതായത് കോർണേഴ്സിൽ മാത്രം, വീടിന്റെ ഔട്ടർ കോർണേഴ്സിൽ ഒരു ഇഷ്ടിക വെച്ചിട്ടുള്ള ഒരു പില്ലർ മാറി ഒന്നൊരു കുറച്ച് അങ്ങോട്ട് 2 സൈഡിലേക്കും ടേൺ ചെയ്തിട്ട് ഒരു ഇത് വരുന്നത് നല്ലതായിരിക്കും ആ വീടിന്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ സാർ, അടുത്തത് ജിതിൻ സാർ ആണ്.
ജിതിൻ ലാൽ സാറിന് ഹലോ അൺമ്യൂട്ട് സാർ. ചെയ്ത്. ഹലോ സാർ. ഗുഡ് ഈവനിങ് സാർ, പറഞ്ഞോളൂ സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട്, അതായത് പുതിയ വീട് പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ താമസിക്കുന്ന വീട് പറിച്ചിട്ട് അവിടെയാണ് പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബെൽറ്റിന്റെ ആവശ്യം ഉണ്ടോ? അത് അത്യാവശ്യം ഉണ്ടോ? ബെൽറ്റിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് തറ മാറ്റുന്നില്ലല്ലേ? ഓൾറെഡി ഉള്ള തറയിൽ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, പുതിയ ഇതിലാണ് ചെയ്യുന്നത്, പുതിയ പ്ലാനിലാണ്. തറയും കൂടി പറിച്ചിട്ട് പുതിയ പ്ലാനിലാണ് ചെയ്യുന്നത്. തറയെല്ലാം മാറ്റി ചെയ്യല്ലേ നമ്മള്? അതെ, എല്ലാം മാറ്റി ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊരു ബെൽറ്റ് ചെയ്യണത് നല്ലതാണ്. കാരണം ബെൽറ്റിന്റെ പേർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് മണ്ണിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി ബെൽറ്റാണ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിങ്കല്ലിന്റെ ആണെന്നുണ്ടെങ്കിൽ വെട്ടുകല്ലിന്റെ ആണെന്നുണ്ടെങ്കിലും അടിയിൽ വരുന്ന ഫൗണ്ടേഷനിൽ ചിലപ്പോൾ ഒന്നിച്ച് മണ്ണിൽ ലോഡ് വരുന്ന സമയത്ത് ചെറിയ സെറ്റിൽമെന്റ് ചാൻസസ് ഉണ്ട്. ആ സെറ്റിൽമെന്റ് ചാൻസസ് ചിലപ്പോൾ എന്താവും, നമ്മുടെ ചുമരിൽ ചെറിയ ക്രാക്സ് ആയിട്ട് ഫോം ചെയ്യും. വീഴൊന്നും അങ്ങനെയൊന്നും അല്ല പറയണേ, പക്ഷെ ചെറിയ ക്രാക്സ് വീട്ടിലേക്ക് വരാതിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഈ ബെൽറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് ഈ ഗ്രൗണ്ടിൽ വരുന്ന സെറ്റിൽമെന്റ് എഫക്ട് ചെയ്യാതെ നിൽക്കുന്നത്. വലിയൊരു കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 6 ഇഞ്ച് കനവും 8 ഇഞ്ച് വീതി മതി ബെൽറ്റിന്. നമ്മളെ വാളിന്റെ കനത്തിൽ മാത്രം ചെയ്താലും മതി. കാരണം വീടിനെ മൊത്തത്തിൽ ഒന്ന് ടൈ ചെയ്യും ബെൽറ്റ്, ഒന്ന് കൂട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. എല്ലാവരും കെട്ടിയ പോലെയുള്ള ഒരു സപ്പോർട്ടായിട്ട് ബെൽറ്റ് ആക്ട് ചെയ്യും എപ്പോഴും. അതാണ് അതിന്റെ പേർപ്പസ് ആക്ച്വലി. ഓക്കെ സാർ, താങ്ക് യു. ഒരു കാര്യം കൂടി, ഒരു 70 വർഷത്തോളം പഴക്കമുള്ള ഒരു കിണറുണ്ട്. അതായത് നമ്മുടെ ഈ വീടിന്റെ തന്നെ തൊട്ടടുത്തിട്ടാണ്, പുതിയ പ്ലാനിന്റെ തൊട്ടടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? കിണർ ഇഷ്യൂ ഉണ്ടാവില്ല, റൗണ്ട് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതിനോട് അടുത്തേക്ക് വീട് ചെയ്യാതിരിക്കുക. മിനിമം ഒരു 5 അടിയെങ്കിലും, ഏറ്റവും കുറഞ്ഞൊരു 5 അടിയെങ്കിലും കിണറിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഇടുക. മാക്സിമം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. ഏറ്റവും മിനിമം ഒരു 5 അടിയെങ്കിലും കിണറിൽ നിന്ന് ഗ്യാപ്പ് ഇടുക. പിന്നെ നമ്മൾ നോർമലി നാട്ടിൽ ചെയ്യുന്ന റിങ് ഇറക്കുക എന്നുള്ളതാണ്. ഇടിഞ്ഞു പോയിട്ടുണ്ടോ കിണർ? ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കിണർ വീഴില്ല. കിണറിന്റെ ഷേപ്പ് സർക്കിൾ ആയതുകൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ, അതൊന്നും പറ്റില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവിടെ നിൽക്കും കിണർ വീഴില്ല. അത് ഇപ്പൊ മണ്ണിടിച്ചിലില്ല എന്നുണ്ടെങ്കിൽ, 70 വർഷമായിട്ട് കിണർ മണ്ണിടിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അത് മണ്ണിടിയുന്ന പേടിക്കണ്ട. അതിന്റെ അടുത്ത് കൊണ്ടുപോയി വീട് വെച്ചിട്ട് അവിടുത്തെ മണ്ണിന് സ്ഥലപരിമിതി ഉണ്ട്. അപ്പൊ വളരെ അടുത്ത് വീട് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിണറിൽ നിന്ന് കുറച്ച് മാറിയിട്ട് 2 കോളംസ് വെച്ചിട്ട് കാൻലിവർ ചെയ്തിട്ട് കിണറിന്റെ അടുത്തുള്ള മണ്ണിലേക്ക് ലോഡ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ലോഡ് വന്നാൽ മാത്രമാണ് വരിക. അല്ല അതിനെ കിണറിനൊന്ന് റിങ് ചെയ്യുക. റിങ് ചെയ്താലും ഈ ലോഡ് റിങ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. മിനിമം 5 അടിയെങ്കിലും ഗ്യാപ്പ് ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. അടുത്തത് റോണി കണ്ണക്കേരിയിൽ ആണ്. റോണി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കാം. ഹലോ സാർ, എനിക്ക് ഞങ്ങളുടെ വീടൊന്ന് റിനോവേഷൻ ചെയ്യാനാണ്. 23 വർഷം പഴക്കമുണ്ട്. അപ്പൊ അത് 23 കൊല്ലം പഴക്കമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മള് ഈ കുറച്ച് സിവിൽ വർക്കും വരുന്നുണ്ട്. അപ്പൊ സിവിൽ വർക്കും ഡിസൈനും കൂടി ഒരാളെ ഏൽപ്പിക്കണോ, അല്ലെങ്കിൽ സിവിൽ വർക്ക് വേറൊരാളെ ഏൽപ്പിച്ച് ഡിസൈൻ വേറൊരാളെ ഏൽപ്പിക്കണോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, നമ്മൾക്ക് ഇതിലെ മെറ്റീരിയലുകൾ, കാരണം വയറിങ്, സ്വിച്ച്, ഫർണിച്ചർ എല്ലാം വേണ്ടി വരും. അത് നമ്മൾ വാങ്ങിക്കൊടുക്കണതാണോ അല്ലെങ്കിൽ അവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണോ നല്ലത്? പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് എല്ലാം കിച്ചണും വാളും എല്ലാം ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതില് ഈ മറൈൻ പ്ലൈവുഡ് ആണോ അല്ലെങ്കിൽ WPC ഉപയോഗിച്ച് ചെയ്യുന്നതാണോ? കോസ്റ്റും കൂടി അതില് വേണം, അതുപോലെ എന്റെ ഗ്യാരണ്ടിയും. ഓക്കെ, ഇതിപ്പോ 3 ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ പറയുകയാണെങ്കിൽ, ഡിസൈനിന്റെ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നുള്ള അനുസരിച്ച്. ബിൽഡറിന്റെ ഡിസൈനിന്റെ പാർട്ടിൽ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡർ ത്രൂ തന്നെ ഡിസൈനിലേക്ക് പോയിക്കോളൂ. കാരണം ആളെന്താ വെച്ചാൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും കുറച്ചും കൂടി അവെയർഡ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും ആ പ്രോജക്റ്റിൽ, മാമിന്റെ പ്രോജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, എവിടെയെല്ലാം അതിന്റെ സ്ട്രെങ്ത്തിന്റെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ അഡീഷണൽ സ്ട്രെങ്ത് ചെയ്യണമെന്നൊക്കെ കുറിച്ച് ആ ബിൽഡർക്ക് കുറച്ചും കൂടി അവയർനെസ് ഉണ്ടാവും, മേ ബി ഒരു ഡിസൈനേക്കാൾ. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ ബിൽഡറിന്റെ ഡിസൈനിന്റെ പാർട്ടിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡർ ത്രൂ തന്നെ ഡിസൈനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാര്യം, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ 2 രീതിയാണ്. നിങ്ങൾ അതിൽ ഇൻവോൾവ് ആകാൻ റെഡിയാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ട്, ആ
പിന്നെ ഈ വേറെ ഇഷ്യൂസ് ഇല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനോ അതിനൊക്കെയുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ. കാരണം അങ്ങനെയാകുമ്പോൾ ബ്രാൻഡിലോ ക്വാളിറ്റിയിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഇഷ്യൂസ് ഇല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് സൈറ്റിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ അതിന് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ബിൽഡറുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുക. ആദ്യം കാര്യങ്ങളൊന്ന് പഠിച്ച് ഏത് മെറ്റീരിയൽസ് ആണ് നല്ലത്, ഏത് ബ്രാൻഡാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്നൊരു ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കി അതുമായിട്ട് ബിൽഡറുമായിട്ട് അവയർനെസ് വെക്കുക. ഞങ്ങളെ പ്രൊജക്റ്റിൽ ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ബ്രാൻഡിന്റെ ഇന്ന പ്രൊഡക്റ്റ് നിർബന്ധമായി യൂസ് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. പിന്നെ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടും കൂടി ഉണ്ട്. അത് മേ ബി ബിൽഡറുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള എഗ്രിമെന്റ് വെക്കുക, കൃത്യമായ ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യുക, എന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം പ്ലൈവുഡ് ആണോ മറൈൻ ആണോ പിന്നെ WPC ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് അഗൈൻ ഡിപ്പെൻസ് ആണ്. പ്രൈസ് നോക്കുമ്പോൾ ശരിക്കും ആക്ച്വലി പ്ലൈവുഡ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 2000-2500 രൂപ തൊട്ട് നല്ല പ്ലൈവുഡ് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ 3000-ന്റെ ഉള്ളിൽ നമുക്ക് പിന്നെ പ്ലൈവുഡ്സ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ WPCയിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള അതിന് ഒരു ഡെൻസിറ്റി ഗ്രേഡ് ഉണ്ട്, 0.6 0.7 പോലെ ഡെൻസിറ്റി ഗ്രേഡ് ഉണ്ട്. അതിൽ 0.7 ഒക്കെയാണ് ഇപ്പോൾ കുറച്ച് ഹയസ്റ്റ് ഗ്രേഡ്. അതിന് മുകളിൽ വരുന്നുണ്ട് സ്റ്റിൽ 0.7 എങ്കിലും നമുക്ക് യൂസ് ചെയ്യണം. 0.7 ഡെൻസിറ്റി ഉള്ള ഒരു WPC ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാമിന് 4000 എബോ ഒരു പെർ ഷീറ്റ് കോസ്റ്റ് വരും. ബാക്കി ഫിനിഷേഴ്സും ഹാർഡ്വെയർസും ഒക്കെ സെയിം ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ WPC ആണ് കുറച്ച് കോസ്റ്റ് കൂടുക. WPC ആകുമ്പോൾ കുറച്ചും കൂടി വാട്ടർ പ്രൂഫ്ഡ് ആയിരിക്കും. അതല്ല പ്ലൈവുഡിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ബ്രാൻഡിന്റെ കോസ്റ്റ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 4000 അറൗണ്ട് കോസ്റ്റ് വരുന്ന നല്ല ബ്രാൻഡിന്റെ വിത്ത് വാറന്റി ഉള്ള പ്ലൈവുഡ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം വാട്ടർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് രണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്ലൈവുഡ് ആയിരിക്കും നല്ലത്. WPC കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഒരു ചോദ്യം കൂടി. ഞങ്ങളുടെ വർക്ക് ഏരിയ ചെയ്യുന്നതിന്റെ അവിടെ ഞങ്ങളുടെ സെപ്റ്റി ടാങ്ക് വരുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ ഇപ്പോ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഭാവിയിൽ നമ്മളത് ടൈലിട്ട് വർക്ക് ഏരിയ ആക്കുമ്പോ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് വരുമോ, അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു പരിഹാരം? നമുക്ക് അത് കൃത്യമായിട്ട് നമ്മളെ സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള എയർ ഔട്ട് ചെയ്യാനുള്ള കൃത്യമായുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള എയർ ടൈറ്റ് ആകുമ്പോൾ മാത്രമാണ്. ആ എയർ ടൈറ്റ് വരാതെ സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള എയർ പുറത്തു പോകാനുള്ള അത് പ്ലംബറിനോട് സംസാരിച്ചാൽ മതി. അതിന് ജസ്റ്റ് എക്സോസ്റ്റിക് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഓക്കെ താങ്ക് യു സർ. ഷംസു സാറാണ്. ഷംസു സാർ മ്യൂട്ട് ചെയ്തതിനു ശേഷം പ്രശ്നം ചോദിക്കാം. ഓൾസോ നമുക്ക് 8:30 ആയിട്ടുണ്ട്. നമ്മുടെ സെഷൻ എൻഡ് ചെയ്യാനുള്ള സമയമായി. നമുക്കൊരു 3 പേരുടെ ക്വസ്റ്റ്യൻസും കൂടി എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം സാർ? അത് ഓക്കെ ആണെങ്കിൽ നമസ്കാരം സാർ, പറഞ്ഞോളൂ. സാർ, ഇപ്പൊ ഈ ഒരു ക്യാഷും അതേമാതിരി തന്നെ മാൻ പവറും എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു 2300 സ്ക്വയർ ഫീറ്റ് വീട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും മിനിമം കാലാവധി എത്രയാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ഇപ്പൊ GST കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ കുറഞ്ഞിട്ടില്ല, അപ്പൊ കോസ്റ്റ് അതിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഒരു 2300 സ്ക്വയർ ഫീറ്റ് ഒരു 50 ലക്ഷത്തിൽ വലിയ എസ്തെറ്റിക് സെൻസ് ഒന്നും കാണുന്നില്ല, യൂട്ടിലിറ്റിയും സേഫ്റ്റിയും മാത്രമാണ് പ്രധാനം, തീർക്കാൻ കഴിയും? ഓക്കെ, ഇതിലുള്ള കാര്യം ഇപ്പൊ സാർ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് അതിനെ സെപ്പറേറ്റ് ചെയ്യണേ. 6 മാസത്തിൽ സാറിന് സ്ട്രക്ചർ തീർക്കാം, കണ്ടിന്യൂസ് വർക്ക് നടക്കണേ. ബട്ട് സ്റ്റിൽ 6 മാസം വർക്ക് നടക്കണമെങ്കിൽ പിന്നെ ഇപ്പൊ ജൂൺ എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട് സാർ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂണിന്റെ ഉള്ളിൽ സ്ട്രക്ചർ ഫിനിഷ് ചെയ്യാൻ പറ്റും. ദെൻ ആ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരുന്ന ടൈറ്റ് ട്രെയിനിന്റെ സമയത്ത് സാറിന് ഇന്ത്യയിലുള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ്, അങ്ങനെയുള്ള ഫ്ലോറിങ്, പ്ലാസ്റ്ററിങ്, അങ്ങനത്തെ ഫ്ലോറിങ്, ഇലക്ട്രിക്കൽ പ്ലംബിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്കിൽ സാർ മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം സാറിന് 12 to 14 months മിനിമം ടൈം വരും, ഇൻക്ലൂഡിങ് ഫ്ലോറിങ്ങും എക്സ്റ്റേണൽ ഇന്റേണൽ പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. പക്ഷെ മഴ കൺസിഡർ ചെയ്യുമ്പോൾ സാർ ഈ മാർച്ച് ഏപ്രിൽ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് അതൊരു 16 months വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മഴയുടെ ഒരു 6 മാസം നമ്മൾ കൺസിഡർ ചെയ്യണം. സ്ട്രക്ചർ ആ സമയത്ത് വർക്ക് നിന്ന് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, GSTയിൽ ആകെ ഡിഫറൻസ് വന്നുള്ള സിമെന്റിൽ മാത്രമാണ്. സിമെന്റിന് പെർ ബാഗിന് 20 rupees ഡിഫറൻസ് ആണ് കാര്യമായിട്ട് വന്ന മേജർ ഡിഫറൻസ് വേണത്. അത് കോസ്റ്റിൽ അത്രത്തോളം എഫക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു വേരിയേഷൻ അതിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ബാക്കി മെറ്റൽ, സിമെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, കമ്പി കാര്യങ്ങൾ അതിലൊന്നും വലിയ ഡിഫറൻസ് ഇല്ല. കാര്യമായിട്ട് സിമെന്റിൽ മാത്രമേ ഡിഫറൻസ് വന്നുള്ളൂ. പിന്നെ നമ്മളെ കല്ല്, കരിങ്കല്ല്, അങ്ങനത്തെ ലോക്കൽ മെറ്റീരിയൽസിനും വലിയ ഡിഫറൻസ് കാണിച്ചിട്ടില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ സാർ? 50 lakhs. 50 lakhsന്റെ കേസിൽ 2300 സ്ക്വയർ ഫീറ്റ് സാറിന് ഏകദേശം സ്ട്രക്ചർ കഴിഞ്ഞ് അപ് ടു ഫ്ലോറിംഗ് വരുമ്പോഴേക്കും അറൌണ്ട് സാറിന് 40 lakhs കോസ്റ്റ് വരും.
ഫ്ലോറിംഗ് വരെ എത്തുമ്പോഴേക്കും 40 to 42 lakhs വരെ വരും. അതായത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സ്ട്രക്ചർ വരെ കഴിഞ്ഞ് ഫ്ലോറിംഗ് വരെ എത്തുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് സാറിന് 10 lakhsന്റെ ഇന്റീരിയർ ഇനഫ് ആണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അതല്ലെങ്കിൽ 2300 square feet വീട് വരുമ്പോൾ 60-65 lakhs സാർ കൺസിഡർ ചെയ്യേണ്ടി വരും, പ്രോപ്പർ ഇന്റീരിയറും കാര്യങ്ങളും ചെയ്തു വരുമ്പോഴേക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ് ആയി. ഓക്കെ, താങ്ക് യു. അടുത്ത നിതിൻ കനോളി ആണ് അടുത്തത്. ഹലോ സാർ, ഞാനൊരു 6 months വീട് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ നിലവിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് റോഡിൽ നിന്നൊരു നിയർ ബൈ ഒരു 2 മീറ്ററിനടുത്ത് 1.5 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള ഒരു പ്ലോട്ടാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് ഏത് ലെവലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഈ റോഡ് ലെവൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഭംഗി ഉണ്ടാകുക, അല്ലെങ്കിൽ ഹൈറ്റ് ഏത് രീതിയിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ക്വയറി ഉണ്ട്. ആക്ച്വലി ഈ ക്വസ്റ്റിന് മാത്രം എനിക്ക് ആൻസർ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എനിക്ക് ഒന്നെങ്കിൽ ആ പ്ലോട്ട് കാണണം, റോഡിൽ നിന്നുള്ള ആക്സസ് എങ്ങനെയാണെന്ന് കാണണം, പ്ലോട്ടിന്റെ ലൈൻ എങ്ങനെയാണ്, അത് വീടിന് പാരലായിട്ടാണോ റോഡിന് പാരലായിട്ടാണോ പ്ലോട്ട് കിടക്കുന്നത്, റോഡിൽ നിന്ന് ഡെപ്ത് കൂടുതലാണോ എന്നൊക്കെ കൺസിഡർ, അതിലേക്കുള്ള ആക്സസ് എങ്ങനെയാണ്, ഇത് കട്ട് ചെയ്യുമ്പോൾ അഡ്ജസന്റ് പ്ലോട്ട്സിനെ എങ്ങനെ എഫക്ട് ചെയ്യും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ മാത്രമേ ഇതിനൊരു പ്രോപ്പർ ആൻസർ തരാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ സർ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. റോഡ് പ്ലോട്ട് നിലനിർത്തുകയാണെങ്കിൽ റോഡിൽ നിന്നുള്ള ആക്സസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൺസിഡർ ചെയ്യുക. പ്ലോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അഡ്ജസന്റ് പ്ലോട്ട്സിലേക്ക് സാറിന് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് കൺസിഡർ ചെയ്യുക. ഈ 2 കൺസിഡറേഷനിൽ സാറിന് ഒരു ഡിസിഷൻ എടുക്കാം. ഇപ്പൊ സ്റ്റിൽ ആ പ്ലോട്ട് തന്നെയാണ് എന്റെ നിലവിൽ എക്സിസ്റ്റിംഗ് ഹൗസ് ഉണ്ട്, അതൊരു 2 മീറ്റർ 2.5 മീറ്ററിന് അപ്പിലാണ് ഉള്ളത്. ഓക്കെ, ആക്സസിബിൾ ആണോ പ്രോപ്പർ ആയിട്ട്? അത് ആക്സസിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് അത് റോഡ് ലെവലിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ചുറ്റുമുള്ള പിന്നെ പ്ലോട്ടൊക്കെ ഉയർന്നിട്ടല്ലേ നിൽക്കുന്നുണ്ടാവുക? ഇല്ല, അത്ര വലിയ കൺസേൺ ഇല്ല. ഓൾറെഡി അതിന്റെ സൈഡിലുള്ള പ്ലോട്ടൊക്കെ റോഡ് ലെവലിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ സാർ ധൈര്യമായിട്ട് റോഡ് ലെവലിലേക്ക് കട്ട് ചെയ്തോളൂ, അതായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ ഞാനൊരു 4 BHK ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി, നമുക്ക് എത്ര സ്ക്വയർ സോറി, മനു എസ് നായർ സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. മനു എസ് നായർ സർ. ഹലോ മനു എസ് നായർ സർ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഒരു വീട് വെക്കിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. എനിക്കറിയാം, ഞാൻ 2500 square feet വീടാണ് വെക്കുന്നത്. അപ്പൊ ഞാനതൊരു ആദ്യം ആർക്കിടെക്റ്റിനെ സമീപിച്ചിട്ടായിരുന്നു. അപ്പം കൺസൾട്ടിങ് കമ്പനിയാണ്. അപ്പൊ അവര് ഡ്രോയിങ് ചെയ്യുന്നതിന് സ്ക്വയർ ഫീറ്റ് 100 രൂപ പറഞ്ഞായിരുന്നു. അപ്പം ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഒരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ അഡീഷണൽ ആവുമെന്ന് പറഞ്ഞിരുന്നു. അവര് പിന്നെ അടുത്തൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏൽപ്പിക്കുന്നത്. അപ്പം അവർക്ക് അവരുടേതായ ഒരു ബേസിക് റേറ്റ് ഉണ്ട്. അപ്പം ഈ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിക്കുന്നത് നല്ലത്, ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ഒരു ബേസിക് ഡ്രോയിങ് എന്റെ കയ്യിൽ തന്നെ അവൈലബിൾ ആണ്. സാറിന്റെ വീട് എന്താന്ന് കൃത്യമായ ധാരണ ഉണ്ട്. വിത്തൗട്ട് ആർക്കിടെക്ട് സാറിന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സാറിന് ഡയറക്ട്ലി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോവാം. അതല്ല, ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ അതിന്റെ എസ്തെറ്റിക്സ്, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ്, അങ്ങനെ ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സാർ ആർക്കിടെക്റ്റിലേക്ക് പോകും. ഒരു ബേസിക് പ്ലാനേ ഉള്ളൂ, അതിനകത്ത് ഡയമെൻഷൻ ഒന്നുമില്ല. ഒരു എങ്ങനെയായിരിക്കും ഒരു ബേസിക് പ്ലാൻ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ, നമ്മളെ ബിൽഡർ ആരാണോ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിൽഡറുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ ആയിട്ടൊന്ന് ഇരിക്കൂ. അവരെത്രത്തോളം അതിന് വില്ലിംഗ് ആണ് അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യൂ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവർ കേപ്പബിൾ ആണ് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡർ ത്രൂ പോകും. കംപ്ലീറ്റ്ലി ഒരു ആർക്കിടെക്ടിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവർ കെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അത് എത്രത്തോളം സാറിന് റിക്വയർഡ് ആണെന്നനുസരിച്ച് സാറിന് അത് തീരുമാനിക്കാം. സാറിന്റെ ബിൽഡർ കേപ്പബിൾ ആണെങ്കിൽ സാറിന്റെ ബിൽഡറിലേക്ക് തന്നെ മൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ സർ, നമുക്കിനി മിഥുൻ സർ, നമുക്ക് 3 പേരും കൂടെ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. സാറിന് അവരുടെ ക്വസ്റ്റ്യൻസും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഫസ്റ്റ് കുഴപ്പമില്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരു മൂവ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, ഷൈൻ കൃഷ്ണ സർ, സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കാം. ഷൈൻ കൃഷ്ണ സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കാവുന്നതാണ്. ഹലോ ഷൈൻ കൃഷ്ണ. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ സർ. ഹലോ, കേൾക്കുന്നുണ്ട് എനിക്ക്, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ സർ. ഹലോ, കേൾക്കുന്നുണ്ട്. യു ക്യാൻ കണ്ടിന്യൂ. ഹലോ,
സർ ഒരു ആ സാർ, സ്പീക്കറിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഇഷ്യൂ ഉണ്ട്. തോന്നുന്നു. സാർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ഷൈൻ സാർ. ഹലോ ഹലോ സാർ, ഷൈൻ സാർ പറഞ്ഞു. കുറച്ച് ഞാൻ അടുത്ത ആളോട് ചോദിച്ചോളൂ. ഞാൻ തന്നെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ. ഗഫൂർ സാർ അടുത്തത് സാറാണ്. ഗുഡ് ഈവനിങ് സാർ. ഞാനൊരു വീട് പ്ലാനിങ് സ്റ്റേജിലാണ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ബെഡ്റൂംസിനൊക്കെ ബേ വിൻഡോസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഡിസൈൻ വെച്ചിരിക്കുന്നത് പ്ലെയിൻ മറ്റേ ഗ്ലാസ് മറ്റേ ഗ്രില്ലില്ലാത്തതാണ്. അപ്പൊ സേഫ്റ്റി കൺസേൺ ആവുമ്പോ നമുക്ക് ഗ്രില്ലില്ലാതെ ബേ വിൻഡോ സേഫ് ആണോ? കുട്ടികളൊക്കെ വരുമ്പോൾ അതൊരു സേഫ്റ്റി ഇഷ്യൂ വരില്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആവുമ്പോ സെക്കൻഡ് ഫ്ലോറിലാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കുഴപ്പമില്ല. ഗ്രൗണ്ട് ഫ്ലോർ ആകുമ്പോ ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സേഫ്റ്റി കൺസേൺ ആവശ്യമില്ല. ഫസ്റ്റ് ഫ്ലോർ ആകുമ്പോൾ അതിൽ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഗ്രില്ല് ഇല്ലാന്നുണ്ടെങ്കിൽ വിൻഡോയുടെ ഒരു പകുതി പോർഷനെങ്കിലും, അതായത് ഒരു മിഡ് പോർഷൻ വരെങ്കിലും ഫിക്സഡ് ആയിട്ട് കീപ്പ് ചെയ്യുക, ഒരു സപ്പോർട്ട് പോലെ. അതിന്റെ മുകളിലേക്കുള്ള പോർഷൻ ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യുക. നമുക്ക് ലുക്ക് ഭംഗി എന്തെങ്കിലും എഫക്ട് ആവും അങ്ങനെ ഫുൾ അല്ല? അത് നമ്മൾ UPVC വിൻഡോസ് ആണോ യൂസ് ചെയ്യുന്നത്? അതാണ് മെയിൻ. അതാണ് അതില് ആ ക്വസ്റ്റ്യൻ അതിപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ആയുള്ള കാര്യമാണ്. കാരണം എന്താണ് നമ്മൾ ആർക്കിടെക്ട് എന്താ യൂസ്, അവരെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഉത്തരം കറക്റ്റ് ആവുമെന്ന് അറിയില്ല. കംപ്ലീറ്റ്ലി എന്ത് സംഭവിച്ചു സാർ പറഞ്ഞ ചോദ്യം കറക്റ്റ് ആണ്. അവിടെ സെക്യൂരിറ്റി കൺസേൺ ഉണ്ട്. ആ സെക്യൂരിറ്റി കൺസേൺ എനിവേ അത് എന്തായാലും നമ്മളത് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് വേറെ കൺഫ്യൂഷൻസ് ഇല്ല. ബട്ട് അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഹൈറ്റ് വരെ ഫിക്സഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്കുള്ള പോർഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു ഇതാണ് ചെയ്യാറ്. വിത്തൗട്ട് ഗ്രില്ലിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ. അത് വിൻഡോയിൽ അങ്ങനെ ഓപ്പണിംഗ് പെർമനന്റ് ആയിട്ട് വെച്ചിട്ട് മുകളിൽ ഓപ്പണിംഗ് കൊടുക്കാൻ അങ്ങനെയാണ്? അതെ വിൻഡോ തന്നെ നമുക്കൊരു ഹാഫ് പോർഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിക്സഡ് ഗ്ലാസ് ആയിട്ട് ചെയ്തിട്ട് ബാലൻസ് ഏരിയ ഓപ്പൺ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. രണ്ട് സെക്ഷൻ ആവും മാത്രം. രണ്ട് സെക്ഷൻ ആവും. ബട്ട് ആ സെക്യൂരിറ്റി എന്ന കൺസേൺ അവിടെ ക്ലിയർ ചെയ്യും. അടുത്തത് ജെറിൻ ബോബൻ സാറാണ്. ജെറിൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം പ്രശ്നം ചോദിക്കാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. സാറേ എനിക്ക് രണ്ട് സംശയങ്ങളാണ്, വേഗം ചോദിച്ചു തീർക്കാം, ലേറ്റ് ആയല്ലോ. നമുക്ക് ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ഒരു നില എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളില് നമ്മള് റൂഫ് ടൈൽസ് അല്ലെങ്കിൽ ഈ ഷീറ്റ് മോഡൽ, അതായത് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPVC ഷീറ്റ് പോലുള്ള അങ്ങനെയുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. റൂഫ് ടൈൽസിന്റെ കാര്യത്തിലേക്ക് പോയപ്പം അതിനകത്ത് ഒരു കൺസേൺ വന്നത് നമ്മൾ സോളാറും കൂടി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സോളാർ ചെയ്യുന്ന അതിന്റെ കൺസൾട്ടന്റിനോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ റൂഫിംഗ് ഷീറ്റോ ആ രീതിയിലേക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒന്നീ സ്റ്റോൺ കോട്ടഡ് അല്ലെന്നുണ്ടെങ്കിൽ UPVC ഷീറ്റുകളെ കുറിച്ചൊക്കെ പറയുണ്ടായി. സ്റ്റോൺ കോട്ടഡ് എന്റെ ബ്രദറിനോട് വീട്ടിൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് അത്ര ഒരു താല്പര്യം തോന്നിയില്ല. ഇപ്പൊ UPVC ഷീറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് സാർ ഒന്ന് എനിക്ക് അറിയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്റെ വീടിന്റെ താഴത്തെ നിലയില് സൗത്ത് വെസ്റ്റ് കോർണർ ഇപ്പൊ നിലവിൽ അതൊരു ബ്ലാങ്ക് ആണ്. അപ്പം ഒന്ന് രണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പൊ നമ്മളിതിപ്പോ മുകളിലേക്ക് എടുക്കുമ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ പൊതുവെ അങ്ങനെ കാലിയായി ഇടരുത്, അത് കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വാസ്തു ആസ്പെക്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങളുണ്ടോ? ഈ കാര്യമാണ് സാർ അറിയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, UPVC ഷീറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ സ്റ്റീൽ ഷീറ്റ് ഉണ്ടല്ലോ, ട്രഫോൾ ഷീറ്റ് എന്ന് പറയുന്നത്, ട്രഫോൾ ഷീറ്റിനേക്കാളും സ്റ്റോൺ കോട്ടർ ഷീറ്റ്സിനേക്കാളും നിങ്ങൾക്ക് ചൂട് കുറവായിരിക്കും UPVC ഷീറ്റ്. ബട്ട് UPVC ഷീറ്റിന്റെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളവിടെ എത്രത്തോളം അതിന് ലൈഫ് കിട്ടും എന്നുള്ള കാര്യം അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പനിയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വാറന്റി ഓർ ഗ്യാരണ്ടി പീരീഡ് നമ്മൾ വാങ്ങുന്നത് നിർബന്ധമാണ്. കാരണം UPVC എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ കണ്ടിന്യൂസ് വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഒരു ഇത് അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ അതൊന്ന് കൺസിഡർ ചെയ്യണം. പക്ഷെ ചൂട് കാര്യങ്ങളും കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. പറ്റ കുറവായിരുന്നല്ല സ്റ്റിൽ, പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ധൈര്യമായിട്ട് പോവാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഓണ്ടുവില്ല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓണ്ടുവില്ല സ്റ്റിൽ അത് ചൂട് എന്നുള്ള രീതിയിൽ കൺട്രോൾഡ് ആണ്, കുറച്ചും കൂടി ഇതേപോലെ തന്നെയുള്ള വേറെ പ്രൊഡക്റ്റ് ആണ്. അതൊന്ന് ട്രൈ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, വാസ്തു എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾ സയന്റിഫിക്കലി എന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്. താഴെ ഫ്ലോർ ഇല്ലെങ്കിൽ മുകളിലും ഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ വിശ്വാസപ്രകാരം എപ്പോഴും പറയുന്നത് കന്നിമൂല കവേർഡ് ആവണം, കന്നിമൂല ഹൈസ്റ്റ് പോയിന്റ് ആയി നിൽക്കണം എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ്ലി ഒരു വിശ്വാസത്തിന്റെ പാർട്ടാണ്. സയന്റിഫിക് പാർട്ടിൽ അത്
ചിന്തിക്കുകയാണെങ്കിൽ കന്നിമൂലയ്ക്ക് നിന്ന് കാറ്റ് നന്നായിട്ട് വരും. ആ നല്ല വരുന്ന കാറ്റ് എപ്പോഴും വീടിനുള്ളിൽ എപ്പോഴും കൂളാക്കും. അതാണ് സയന്റിഫിക് പാർട്ട്. താങ്ക് യു. അടുത്തത് ഷൈൻ സാറാണ്. ഷൈൻ സാറിന്റെ ക്വസ്റ്റ്യനും കൂടെ എടുത്തതിനു ശേഷം നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സർ, ഞാനിപ്പോ സാർ പറഞ്ഞ പോലെ ഞാൻ വയനാട്ടിലാണ് വീട് വെക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പം എനിക്ക് ഒരു ബേസിക്കലി പിന്നെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ തന്നെ കണ്ടംപററി ഡിസൈൻ ആയിരുന്നു. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ വയനാട്ടിൽ താൽക്കാലികമായി സെറ്റിൽ ആവാൻ പോവാണ്. അപ്പം കോഴിക്കോടൊക്കെ നമുക്ക് കണ്ടംപററി കുഴപ്പമില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ അത്രയും കൺട്രോൾഡ് ആണ്. പക്ഷെ വയനാട് തന്നെ എപ്പോഴും മഴയുള്ള ഒരു സ്ഥലത്ത് ഈ കണ്ടംപററി ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് ഇപ്പൊ ഇതിൽ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കോഴിക്കോട് കണ്ടംപററി പ്രശ്നമാണ്. പക്ഷെ കണ്ടംപററിയിലേക്ക് പോകുമ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഭയങ്കര ബോക്സി ആയിട്ടുള്ള കണ്ടംപററി സ്റ്റൈലിലേക്ക് പോവാതിരിക്കുക. കണ്ടംപററിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി റൂഫിങ്ങിന്റെ പ്രൊജക്ഷൻസും സൺഷെയ്ഡ്സും അതായത് പ്രോപ്പർ ഷെയ്ഡ്സ് വേണം. നമ്മളെ ചുമരും പ്രൊട്ടക്റ്റഡ് ആവണം, വീടിന്റെ ഓപ്പണിങ്സും അതായത് വിൻഡോസും കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആവണം. അതാണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. രണ്ട്, ചുമരും സ്ലാബും ഒരിക്കലും, അതായത് സ്ലാബ് പ്രൊജക്റ്റഡ് അല്ലാതെ റൂഫ് ഈ വാളിന്റെ എൻഡിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായത് കറക്റ്റ് ബോക്സ് ആയിട്ട്. അത് മാത്രമല്ല അവിടെ ചെറിയ ക്രാക്സ് ഫോം ആവും ഫ്യൂച്ചറിൽ. പിന്നെ വീടിന്റെ ഉള്ളിലേക്ക് വെള്ളത്തിന്റെ ഇഷ്യൂസ് വരും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അപ്പൊ എപ്പോഴും ചുമരിനേക്കാൾ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുക. അതാണ് അതിൽ മെയിൻ പോയിന്റ്. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ റൂഫിന്റെ സ്ലോപ്സ് മൈന്യൂട്ട് ആയിട്ടുള്ള ആണെങ്കിൽ പോലും, ഒരു 2 ഇഞ്ച് ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് വെള്ളം ഡ്രൈൻ ഔട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഇഷ്യൂസ് കണ്ടംപററി ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലാണ് ചെയ്യണത് എന്നുള്ളത് അത് മനസ്സിലാക്കി ചെയ്യുക, അത്രേ ഉള്ളൂ. സർ, പിന്നെ ഒരു ഒറ്റ പോയിന്റ് കൂടി. നേരത്തെ ഒരു കിണറിന്റെ പ്രശ്നം പറഞ്ഞു. അവിടെ ഓൾറെഡി ഒരു കുറെ പ്ലോട്ടുകൾക്ക് വേണ്ടിയുള്ള കോമൺ കിണറുള്ളത്, അതായത് റിംഗ് ഒക്കെ ഇറക്കിയ കിണറുള്ളത് എന്റെ പ്ലോട്ടിലാണ്. അത് ഒത്തിരി വായവട്ടമുള്ള ഒരു കിണറാണ്, ഭയങ്കര വായവട്ടവും ഒത്തിരി ഡെപ്ത് ഉള്ള ഒരു കിണറാണ്. അപ്പൊ സാർ പറഞ്ഞ രീതിയിൽ അത് ഏതാണ്ട് എന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു 6.6 സെൻസേ ഉള്ളൂ. അതെ, അപ്പം അവിടെ ഉണ്ടാക്കുന്ന എത്രത്തോളം സേഫ്റ്റി മാറ്റർ ഉണ്ട് എനിക്ക് ഒരു ചെറിയ അങ്ങനത്തെ കണ്ടീഷനിൽ നിങ്ങൾ കിണറിലേക്ക് അടുപ്പിച്ച് ഒരിക്കലും സ്ട്രക്ചർ ചെയ്യരുത്. ഒന്നാമത് ചെറിയ കിണറിന്റെ സ്ട്രെങ്ത് വലിയ കിണറിന് കിട്ടില്ല. അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം ഈ കിണറിന്റെ സർക്കിൾ ആയതുകൊണ്ടാണ് ആ കിണറിന് മണ്ണ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നത്. ആ ഷേപ്പിലാണ് അത് വർക്ക് ആവുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ചെയ്യുമ്പോൾ കിണറിനോട് അടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലേഴ്സ്, ഗ്രൗണ്ടിൽ നിന്ന് പില്ലേഴ്സ് എന്ത് ചെയ്യുക, കുറച്ച് കിണറിൽ നിന്ന് ഡിസ്റ്റൻസിൽ 2 പില്ലേഴ്സ് വെച്ചിട്ട് ബാലൻസ് ഏരിയ കാൻലിവറിൽ ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക പ്ലിന്തിൽ. അത് ഒരു അറിയുന്ന സ്ട്രക്ചർ എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ കോൺട്രാക്ടർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കിണറിനോട് ചേർന്നുള്ള മണ്ണിലേക്ക് ലോഡ് കൊടുക്കാതെ അതിൽ നിന്ന് കുറച്ച് വിട്ട് 2 പില്ലേഴ്സ് വെച്ച് കോർണറിൽ, അതായത് കോർണറിൽ നിന്ന് കുറച്ച് മാറി പില്ലേഴ്സ് വെച്ച് ആ പില്ലറിന് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബീംസ് ഇട്ട് ആ ബീംസ് ജസ്റ്റ് പിന്നെ കിണറിന്റെ അടുത്ത് വരെ വന്നാലും ഇനി കിണറിന്റെ മുകളിലേക്ക് വന്നാലും നമുക്ക് ഇഷ്യൂ ഇല്ല, അത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കിണറിന്റെ അടുത്ത് വന്ന് ലോഡ് ചെയ്യരുത് മാത്രം. ഹലോ സർ. ആള് പോയി തോന്നുന്നു. അല്ല സർ, നമുക്ക് സെഷൻ എൻഡ് ചെയ്യാൻ ആയിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. നമുക്കിന്ന് ഒരുപാട് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നു, ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എല്ലാത്തിനും സാറ് വളരെ വളരെ പേഷ്യന്റ് ആയിട്ട് ഉത്തരം കൊടുത്തു, വളരെ ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുത്തു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല കുറച്ചു പേർക്ക് ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടിയിട്ടില്ല, അതായത് നമ്മുടെ സമയപരിമിതി കാരണം ചോദ്യം ചോദിക്കാൻ പറ്റാത്തവരും ചാറ്റ് ബോക്സിൽ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു, അതും അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. വി ആർ റിയലി സോറി ഫോർ ദാറ്റ്, ബിക്കോസ് ഓൾറെഡി സമയം ഒത്തിരി അതിക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വിട്ടുപോയവരെ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വിട്ടുപോയവര് വിഷമിക്കേണ്ട. നാളെ നമ്മുടെ കൊളോന്നുള്ള അഡ്വൈസേഴ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ തന്നെ ഉത്തരങ്ങൾ പറയുന്നതായിരിക്കും. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയില്ല എന്നോർത്താരും വിഷമിക്കേണ്ട. ഓൾസോ താങ്ക് യു അഗെയിൻ മിഥുൻ സാർ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ സാർ. താങ്ക് യു സോ മച്ച് പാർട്ടിസിപ്പൻസ്. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് താങ്ക്സ് സാറിന് ഇത്രയും നേരം എന്റെ കൂടെ നിന്നതിന്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.